എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ ഒരു സെഷൻ ഇന്ന് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്തിനാന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മൾ ഓഗസ്റ്റ് 10 നമ്മളുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. ആൻഡ് നമ്മൾ പറഞ്ഞതുപോലെ ഫെബ്രുവരിയിൽ നമ്മളെ ചാപ്റ്ററുകളെല്ലാം നിങ്ങൾ കണ്ടു തീരും ആ ഷെഡ്യൂൾ പ്രകാരം ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫർദർ ഡിലേ ഒന്നും വന്നിട്ടില്ല. അപ്പം ഏപ്രിൽ അവസാനത്തേക്ക് നമ്മളുടെ റിവിഷൻ എൻഡ് ചെയ്യുന്നത് പോലെയാണ് നമ്മുടെ റിവിഷൻ പ്ലാന് നടത്തുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വന്നിരുന്നത് മെയ് 25 അല്ലേ? പല ആളുകളും കഴിഞ്ഞ വർഷം ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതിയ ആളുകളാണ്. അപ്പോ കഴിഞ്ഞ പ്രാവശ്യം എക്സാം വന്ന ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 25 എന്നുള്ളത് നമുക്കറിയാം. ഈ വർഷത്തെ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ജൂൺ 7 ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അപ്പൊ നമുക്ക് കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പം ഒരു 2 ആഴ്ചയും കൂടെ എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഡേറ്റ് അനൗൺസ് ചെയ്യുന്നതിന്റെ മുന്നേ ഉണ്ടാക്കിയതായിരുന്നു റിവിഷൻ പ്ലാൻ എന്ന് പറയുന്നത്. മെയ് 25 നമ്മൾ എക്സാം നടക്കും എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ഈ റിവിഷൻ പ്ലാൻ ഉണ്ടാക്കിയിരുന്നത്. പിന്നെ നമുക്കൊരു ബോണസ് പോലെ 2 ആഴ്ചയും കൂടെ കിട്ടി. അപ്പൊ അതിൽ ഒരു റിവിഷൻ പ്ലാനിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് റിവൈസ്ഡ് ആയിട്ടുള്ള റിവിഷൻ പ്ലാൻ ആണ്. സോ ജൂൺ 7 വരെ നമ്മൾ ഇനി എന്താണ് മുന്നോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇന്നത്തോട് കൂടിയിട്ട് നിങ്ങളുടെ ലാസ്റ്റ് തിയറി ഡേ അവസാനിക്കുകയാണ് അല്ലെ? ശനിയാഴ്ച എന്ന് പറയുന്നത് തിയറി പഠിക്കാനുള്ള അവസാനത്തെ ദിവസമാണ്. ആൻഡ് നാളെ നിങ്ങൾക്ക് ലാസ്റ്റത്തെ മൊഡ്യൂൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ലാസ്റ്റ് വീക്കിന്റെ തിയറി നിങ്ങൾ പഠിച്ചത് വെച്ചിട്ടുള്ള വീക്ക്ലി ടെസ്റ്റും ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു 25ാമത്തെ വീക്ക്ലി ടെസ്റ്റ് ആണ് നമ്മൾ നടത്താൻ പോകുന്നത് നാളെ. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഇതുവരെയുള്ള തിയറി ചാപ്റ്റർ എല്ലാം പഠിച്ചിട്ട് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് റിവിഷൻ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് റിവിഷൻ കൊണ്ടുള്ള ചില എക്സ്പെക്ടേഷൻസും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യുക, എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് നമ്മൾ റിവിഷനെ കാണേണ്ടത്, എങ്ങനെ നിങ്ങളെ മെന്റേഴ്സിനെ ഉപയോഗിക്കണം, നമ്മുടെ പ്രോഗ്രാം ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു റിവിഷനെ കുറിച്ചുള്ള ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ കുറിച്ചുള്ള ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്, മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസും ഐസർ എക്സാം ക്രാക്ക് ചെയ്യുന്നതിൽ നിന്നും ഫെയിൽ ആവുന്ന പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും അതിന്റെ സിലബസിന്റെ ഡെപ്ത് കൊണ്ടാണ്. കാരണം ജെഇ ആയിക്കോട്ടെ നീറ്റ് ആയിക്കോട്ടെ 3 സബ്ജക്റ്റേ ഉള്ളൂ, ഞങ്ങൾക്ക് 4 സബ്ജക്ട് പഠിക്കാനുണ്ട്, അപ്പൊ അത്രയധികം നമുക്ക് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അതുകൊണ്ട് ഇത് 4 ഒരിക്കലും പഠിച്ചു തീരില്ല എന്നുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് സിലബസിന്റെ ഡെപ്ത് കൊണ്ടാണ് അല്ലെങ്കിൽ സിലബസിന്റെ വാസ്റ്റ്നെസ് കൊണ്ടാണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ക്ലിയർ ചെയ്യാതിരിക്കുക എന്ന് ആണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. അല്ലെങ്കിൽ സിലബസിന്റെ വാസ്റ്റ്നെസ് കൊണ്ടൊന്നും നമുക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ വഴിയെ പറഞ്ഞു തരാം. കാരണം നമ്മൾ പ്രോപ്പർ ആയിട്ട് സ്ട്രാറ്റജിക്കലിയാണ് ഇനി റിവൈസ് ചെയ്യാൻ പോകുന്നത്. സോ പലപ്പോഴും കുട്ടികൾ ഫെയിൽ ആവുന്നത് എന്തുകൊണ്ടല്ല, വലിയ സിലബസ് കവർ ചെയ്യാനുള്ളത് കൊണ്ടല്ല. ഐസറിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് കോച്ചിങ് ആണോ നിങ്ങൾ നോക്കുന്നത്? ഐസറിന് വേണ്ടി മാത്രം ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ഐസറിലെ സ്റ്റുഡൻസ് നിങ്ങൾക്ക് തരുന്ന മെന്റർഷിപ്പ്, വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റുകൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐസർ കോച്ചിങ് പ്രോഗ്രാമിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഈ ഫോൺ നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവസാനത്തെ ഫേസിൽ നമ്മൾ ഇനി കടക്കാൻ പോകുന്ന ഫേസിലുള്ള ഒരു എക്സിക്യൂഷനിൽ വരുന്ന ഫെയിലിയർ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ ഫൈനൽ മന്ത്സിൽ കൂടുതൽ നമ്മൾ എത്രത്തോളം ഇന്റലിജന്റ് ആണ്, നമ്മൾ എത്രത്തോളം നമുക്ക് ബുദ്ധി ഉണ്ട്, നമുക്ക് എത്രത്തോളം ഓർമ്മശക്തി ഉണ്ട് എന്നുള്ളതൊന്നല്ല ഈ ഒരു ഫൈനൽ ലാപ്പിൽ നമ്മളെ മാറ്റർ ചെയ്യാൻ പോകുന്നത്. കൂടുതലായിട്ട് നമ്മളെ ഒരു സ്റ്റെബിലിറ്റി, പെർസീവിയറൻസ് അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ അഥവാ പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ, അതാണ് ഇനി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി ഞാൻ അഡീഷണൽ ആയിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴാണ് റിവൈസ് ചെയ്യേണ്ടത്, വെൻ റിവിഷൻ, അതായത് എപ്പോഴാണ് നിങ്ങൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും ഉത്തരം പറയാം? അപ്പം ആളുകൾ പറയും 100% തിയറി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, ഞാൻ സൂപ്പറായി പഠിച്ചതിന് ശേഷം, ഞാൻ എന്താ പറയാ എനിക്ക് കോൺഫിഡൻസ് വന്നതിന് ശേഷം, അങ്ങനെയൊക്കെ ആയിരിക്കും പല ആളുകളും ഉത്തരം പറയുക അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വരിക.
ആക്ച്വലി നിങ്ങൾ എപ്പോഴാണ് റിവൈസ് ചെയ്യേണ്ടത്? റിവൈസ് ചെയ്യേണ്ടത് ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് റിവിഷൻ ഉള്ള ടൈം ആവുമ്പോൾ നിങ്ങൾ റിവൈസ് ചെയ്യണം. മനസ്സിലായോ? അതായത് ഇപ്പം ഇതാണ് നമ്മളുടെ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് വിചാരിച്ചോ. ഇതാണ് നമ്മളെ എക്സാം ഡേറ്റ്. ഓക്കെ, അപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് ഓഗസ്റ്റ് 10th എക്സാം നടക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് എത്രാം തീയതിയാണ്? ജൂൺ 7ാം തീയതിയാണ്. ഓക്കെ, അപ്പം നമ്മളെ ഒരിക്കലും ഒരു പോയിന്റിൽ നമ്മൾ കംപ്ലീറ്റ്ലി റിവിഷൻ റെഡി ആവുന്ന സമയത്ത്, നമ്മളെല്ലാം ഓക്കെ ആവുന്ന സമയത്ത് അല്ല റിവിഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നോക്കടാ, ഇനീഷ്യലി ക്ലാസ് തുടങ്ങി ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈമിൽ നമ്മൾ തിയറി ക്ലാസ്സുകൾ ഇന്റൻസീവ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്, ശരിയാണല്ലോ. ഇനി ഈ പഠിച്ച കാര്യങ്ങളെല്ലാം റിവൈസ് ചെയ്യുക ആൻഡ് കറക്റ്റ് ആയിട്ട് ഷെഡ്യൂൾഡ് ആയിട്ട് എക്സാം നടത്തുക, പ്രോപ്പർ ആയിട്ട് നമ്മളുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കുക, പ്രോപ്പർ ആയിട്ട് നമ്മുടെ ഔട്ട്പുട്ട് മെഷർ ചെയ്തുകൊണ്ട് വേണ്ട കറക്ഷൻസ് നടത്തിക്കൊണ്ടേയിരിക്കുക. ഈ ഒരു പാർട്ടാണ് റിവിഷൻ എന്ന് പറയുന്ന പാർട്ട്. ഇങ്ങനെ വേണം റിവിഷൻ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം എപ്പോഴാണ് റിവിഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്ന് ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളോട് ചോദിച്ചത് എന്നറിയോ? നിങ്ങൾ ഓക്കെ ആവുന്ന സമയത്തല്ല നിങ്ങൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് തോന്നുമ്പോഴും അല്ല നിങ്ങൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോ നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഡേറ്റ് പോലെ, എക്സാമിനേഷൻ എന്ന് പറയുന്ന ഒരു ഡേറ്റ് പോലെ അടുത്ത ഒരു ഡേറ്റ് ആണ് റിവിഷന്റെ സ്റ്റാർട്ടിങ്ങും റിവിഷന്റെ എൻഡും. നിങ്ങളുടെ സൗകര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് ഇവിടെ മാറ്റർ ചെയ്യുന്ന ഒരു കാര്യമല്ല. മനസ്സിലായോ? റിവിഷൻ എന്ന് പറഞ്ഞാൽ അതിനെ നിങ്ങൾ എങ്ങനെ കാണണം? വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാണണം. അതിനൊരു സ്റ്റാർട്ടിങ് ഉണ്ടായിരിക്കും, അതിനൊരു എൻഡ് ഉണ്ടായിരിക്കും, അതിന്റെ ഇടയിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അല്ലാതെ നത്തിങ് പേഴ്സണൽ, നത്തിങ് ഇമോഷണൽ, സിസ്റ്റത്തിന്റെ പാർട്ടാവുക എന്നത് മാത്രമാണ് നിങ്ങൾ റിവിഷനെ കണ്ടത്. റിവിഷൻ ഒരു സമയമുണ്ട്, റിവിഷൻ്റെതായിട്ടുള്ള സമയം. അവിടെയാണ് നിങ്ങൾ റിവിഷൻ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ റെഡിയാണോ റെഡി അല്ലെന്ന് ഒന്നിനെ കുറിച്ചും ആലോചിക്കേണ്ട ആവശ്യമില്ല. റിവിഷന്റെ സമയത്ത് റിവിഷൻ ചെയ്യുക. അതിന്റെ മുന്നേ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കേണ്ട. അതിനുശേഷം നടക്കുന്ന ഈ ബിഗ് ഈവെന്റിനെ കുറിച്ച് നിങ്ങൾ റിവിഷന്റെ സമയത്ത് ആലോചിക്കേണ്ട ആവശ്യമില്ല. റിവിഷന്റെ സമയത്ത് റിവൈസ് ചെയ്തിരിക്കണം. നിങ്ങൾ എത്ര ബാക്ക്ലോഗ് വന്നിട്ടുണ്ടോ അതൊന്നും റിവിഷന്റെ നമ്മൾ തരാൻ പോകുന്ന ഷെഡ്യൂളുമായിട്ട് നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കരുത്. നിങ്ങളുടെ ഒരു പേഴ്സണൽ സ്ട്രാറ്റജി നിങ്ങൾ മെന്റേഴ്സിനോട് ഡിസ്കസ് ചെയ്യാതെ എടുക്കരുത്. ഇനി നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്, ഈ ഐസർ ക്രാക്ക് ചെയ്യാനാണല്ലോ നമ്മൾ അൾട്ടിമേറ്റ്ലി ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഐസർ ക്രാക്ക് ചെയ്യാൻ വേണ്ടേ ഒരു സേഫ് സ്കോർ എത്രയാന്നുള്ളത് നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെയുള്ള സേഫ് സ്കോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 120-ലധികം മാർക്ക്, 120 എന്നുള്ളൊരു മാർക്കാണ് നമ്മൾ ഏതെങ്കിലും ഒരു ഐസർ ലൈക്ക് ഐസർ തിരുപ്പതി അല്ലെങ്കിൽ ഐസർ ബർഹംപൂർ ആൻഡ് ഐസർ ട്രിവാൻഡ്രം ഒക്കെ കിട്ടാൻ സാധ്യത ഉള്ള ഒരു മാർക്ക് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു അവസാനത്തെ വർഷം വരെ ഉള്ളത്. ഇനി ഈ വർഷം അഡീഷണൽ ആയിട്ട് കുറെ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ബിടെക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മളൊരു ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ഒരു ഡിമാൻഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പരീക്ഷ എഴുതുന്ന വർഷം എന്നൊക്കെ പറയുന്നത് 30,000 ആസ്പിറൻസ് ആണ് ഉണ്ടായിരുന്നത്. ഞാൻ പരീക്ഷ എഴുതുന്ന വർഷം എന്ന് പറഞ്ഞാൽ 2016. ആ 30,000 ആസ്പിറൻസ് എന്നുള്ളത് 2024 ഞാൻ ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് അറിയാൻ പറ്റുന്നത് ഏകദേശം 96,000 സ്റ്റുഡൻസ് ആണ് 2024 ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതിയത്. അതും കഴിഞ്ഞ വർഷം, അതായത് 2025 ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതിയ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 1,46,000 സംതിങ് കുട്ടികൾ. എനിക്ക് കൃത്യമായിട്ട് ഐസർ തിരുപ്പതി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു. 1.5 ലക്ഷം സ്റ്റുഡൻസ് ആണ് എഴുതുന്നത്. അപ്പൊ നോക്ക്, ഈ ഒരു പ്രൊജക്ഷൻ ഇനി 2023 എനിക്ക് ഞാൻ RTA ഒന്നും ഫയൽ ചെയ്തിട്ടില്ല. റഫ്ലി അറൗണ്ട് എനിക്ക് ഓർമ്മയുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് 2023 ഡാറ്റയും കൂടെ ഞാൻ പറയാം. റഫ്ലി അറൗണ്ട് എത്രയാണ് നിങ്ങൾക്ക് അറിയോ? 70,000 ആയിരുന്നു. 70,000. അപ്പൊ നോക്ക്, 70,000 നിന്നും ഒരു വർഷം കൊണ്ട് 96,000 96,000 നിന്നും ഒരു വർഷം കൊണ്ട് 1.5 ലക്ഷത്തിലേക്ക്. അപ്പൊ ഇനി നെക്സ്റ്റ് പ്രൊജക്ഷൻ ഇവിടെ 2026 ആവുമ്പോഴേക്ക് എന്തായാലും 2 lakhs
മുകളിൽ എന്തായാലും ഉണ്ടായിരിക്കും. അപ്രോക്സിമേറ്റ്ലി 2.5 lakhs ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ എന്ന് പറയുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഗസ് ചെയ്യാണ്, ഇതൊരു പ്രൊജക്ഷൻ മാത്രമാണ്. അപ്പം 2.5 ലക്ഷം സ്റ്റുഡൻസ് ആയിരിക്കും ഇനി നിങ്ങളുടെ കൂടെ എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സേഫ് സ്കോറിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്നുള്ളത് അടുത്ത വർഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഞാൻ 2025 ഡാറ്റ വരെ ഉള്ള കാര്യമാണ് ഈ 120 മാർക്ക് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഐസർ ഒന്നും മതിയാവില്ല. ഡെഫിനറ്റ്ലി നമുക്ക് ഇഷ്ടപ്പെട്ട ഐസറിൽ പഠിക്കാൻ പറ്റണം അല്ലേ? അപ്പൊ ആ ഇഷ്ടപ്പെട്ട ഐസർ എന്ന് പറയുന്നത് ഐസർ മൊഹാലി, കൊൽക്കത്ത അതുപോലുള്ള ഐസറുകളാണെന്നുണ്ടെങ്കിൽ ഒരു സേഫ് സ്കോർ എന്ന് പറയുന്നത് 130 to 140 ആണ്. അപ്പൊ ഒരു 130+ ഒക്കെ നമ്മൾ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഒരു ജനറൽ കാറ്റഗറി സ്റ്റുഡന്റിന് നിങ്ങൾക്ക് ഒരു ഇഷ്ടപ്പെട്ട ഐസർ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഇനി ഏറ്റവും ടോപ്പ് ഐസർ ആയിട്ടുള്ള, ടോപ്പ് നോട്ട് ഇൻ ദ സെൻസ് അതിന്റെ വേറെ കാര്യങ്ങൾ വെച്ചിട്ടൊന്നുമല്ല, ടോപ്പ് ഇൻ ദ സെൻസ് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫറൻസ് കൊടുക്കുന്ന ഐസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൂനെയാണ്. അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്നതാണ്, 150 മാർക്സ് ആണ്. ക്ലിയർ? അപ്പൊ ഈ ഒരു മാർക്കാണ് നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇനി ബേസ്ഡ് ഓൺ നിങ്ങളുടെ ഒരു സ്കില്ല്, നിങ്ങളുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ല്, നിങ്ങളുടെ ഒരു ലെവല്, അതിനനുസരിച്ച് നിങ്ങളൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യണം. അപ്പം ഞാനൊരു ജനറൽ ഓഡിയൻസിലേക്ക് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ട ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് മിനിമം നമുക്ക് 130 മാർക്ക് വാങ്ങിക്കാം. ഓക്കെ, ഈ 130 മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, ഈ 130 മാർക്കിന് വേണ്ടിയിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആൻഡ് ബയോളജി, ഈ 4 സബ്ജക്റ്റിൽ നിന്നുമാണ് നമ്മൾ 130 മാർക്ക് വാങ്ങിക്കേണ്ടത്. അപ്പം സാധാരണ ആളുകൾ ചോദിക്കും 3 സബ്ജക്റ്റിൽ നിന്നാണോ ആൻഡ് 4 സബ്ജക്റ്റിൽ നിന്നാണോ നമ്മൾ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് പഠിക്കുന്ന സമയത്ത് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം ഇതുവരെ നമ്മൾ തുടക്കം തൊട്ടേ പറഞ്ഞ കാര്യം, നമ്മൾ ഏപ്രിൽ 10 ക്ലാസ് തുടങ്ങുന്നതിന്റെ മുന്നേ ഉള്ള ഓറിയന്റേഷൻ സെഷനിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾക്കൊരു എഡ്ജ് ഉണ്ട് ഇവിടെ, നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണ്? നീറ്റ് ആണെങ്കിലും ജെഇക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനെയും കാട്ടിലും ഒരു സബ്ജക്ട് നിങ്ങൾ എക്സ്ട്രാ ഐസറിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്. അതേപോലെയുള്ള എക്സാമുകൾ ഇനി നിങ്ങൾ ഇതുവരെ വീക്ക്ലി ടെസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളുടെ റിവിഷൻ ടെസ്റ്റിനും ഇതേപോലത്തെ എക്സാം ആണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഫൈനലി നമുക്കൊരു മാരത്തോൺ മോക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ടായിരിക്കും, അതിലും നമ്മൾ ഇതുപോലത്തെ എക്സാമുകളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഇത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ്. ഐഡിയലി ഐസറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ബാലൻസ്ഡ് ആയിട്ട് തന്നെ പഠിച്ചു പോകണം. അതാണ് നമ്മളുടെ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സിസ്റ്റം എന്ന് പറയുന്നത്. അത് നമുക്കുള്ള ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളൊരു ജനറലൈസ്ഡ് ആയിട്ട് പറയുന്ന സമയത്ത് നമ്മൾ ഇപ്പൊ എത്തി നിൽക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മൾ കംപ്ലീറ്റ്ലി സിലബസ് എല്ലാം കവർ ചെയ്തു. അപ്പം നമ്മളുടെ കഴിഞ്ഞ 25 വീക്ക്ലി ടെസ്റ്റിന്റെയും മെഗാ ടെസ്റ്റുകളുടെയും ഒക്കെ റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ടോപ്പേഴ്സ് ആയിട്ടുള്ള കുറെ ആളുകളുണ്ട്. അപ്പം ഈ വർഷം എന്തായാലും ഐസർ ക്ലിയർ ചെയ്യാൻ സാധ്യത ഉണ്ട് എന്ന് നമ്മൾ കരുതുന്ന ഒരുപാട് പേര് ടോപ്പേഴ്സ് ആയിട്ട് ആ ലിസ്റ്റിലുണ്ട്. പക്ഷേ മീഡിയം റേഞ്ചിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അതായത് ഒരു ഐസർ കിട്ടുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് അത്ര ഉറപ്പ് പറയാൻ പറ്റാത്ത, ടു ബി വെരി ഹോണസ്റ്റ്, ബോർഡർ ലൈനിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഞാൻ ഈ ബോർഡർ ലൈനിൽ നിൽക്കുന്ന ആളുകളോടാണ് പ്രധാനമായിട്ടും ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഐസർ എക്സാം ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിലും ടോപ്പ് ഐസറിലേക്ക് എത്തണം എന്നുണ്ടെങ്കിലും നിങ്ങൾ ഡെഫിനറ്റ്ലി 4 സബ്ജക്ട് ഒരുപോലെ ഫോളോ ചെയ്യണം. പക്ഷെ ബോർഡർ ലൈനിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഐസറിൽ നമുക്ക് ഈ വർഷം ക്രാക്ക് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആളുകള് ഒരു സബ്ജക്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സൈഡ് ആക്കാൻ പറ്റും. ഇറ്റ് ഈസ് ഓക്കെ ടു 3 സബ്ജക്ട് പ്രൈമറി ആയിട്ടുള്ള 3 സബ്ജക്റ്റും ഒരു സബ്ജക്ട് നിങ്ങൾക്ക് സെക്കൻഡറി സബ്ജക്റ്റുമായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. സേ ഫോർ എക്സാമ്പിൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണ് നിങ്ങൾക്ക് സ്ട്രോങ് ഏരിയ എങ്കിൽ ബയോളജിയെ നിങ്ങൾക്കൊന്ന് സൈഡ് ലൈൻ ചെയ്യാൻ പറ്റും. എന്താ സൈഡ് ലൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ, ഇനി റിവിഷന്റെ സമയത്ത് എല്ലാ സബ്ജക്റ്റും ഒരേപോലെ അല്ലെങ്കിൽ എല്ലാ ടോപ്പിക്കുകൾ ഒരുപോലെ ബയോളജിന്ന് പഠിക്കണമെന്നില്ല. അങ്ങനത്തെ ആളുകൾ നമ്മളുടെ ബാച്ചിൽ കുറവാണ് എന്നുള്ളതും എനിക്കറിയാം. കാരണം ബയോളജിയാണ് കമ്പാരിറ്റീവ്ലി സ്കോറിങ് മാത്സിനെക്കാട്ടിലും. അപ്പൊ പല ആളുകളും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നന്നായിട്ട് പഠിക്കുന്ന ആളുകൾ ഉണ്ടാവും. മാത്സ് ഇനി ഹെവി വെയിറ്റേജ് ആയിട്ടുള്ള നമ്മളുടെ മൊഡ്യൂൾ തരുന്ന സമയത്ത് മെന്റേഴ്സ് ഡിസ്കസ് ചെയ്യും ഏതൊക്കെയാണ് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ, ഏതൊക്കെയാണ്
ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ചാപ്റ്റർ എന്നുള്ളത് നിങ്ങൾക്ക് മെന്റേഴ്സ് പറഞ്ഞു തരും. ഇനി നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ഇപ്പൊ പേഴ്സണലി എന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇന്റഗ്രേഷൻ ഒന്നും അറിയില്ല. ഓക്കെ, പക്ഷേ ജോമെട്രി പോലെയുള്ള കോണിക് സെക്ഷൻ, അതുപോലെ കോണിക് സെക്ഷനിൽ തന്നെ വരുന്നതല്ല സർക്കിൾസ്, സ്ട്രെയിറ്റ് ലൈന്, പിന്നെ അതുപോലത്തെ ചാപ്റ്റേഴ്സ്, ജോമെട്രി ചാപ്റ്റേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഏതൊരു MCQ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഈവൻ IIT അഡ്വാൻസ്ഡിന്റെ ക്വസ്റ്റ്യൻ പോലും ജോമെട്രി പാർട്ട് ഞാൻ റെഗുലർ ആയിട്ട് സ്കോർ ചെയ്യാറുണ്ടായിരുന്നു. ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് വർക്ക് ആവില്ല. ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് അതെനിക്ക് വർക്ക് ആവാത്ത ചാപ്റ്റേഴ്സ് ആയിരുന്നു. അതുപോലെ തന്നെ പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ ആൻഡ് പ്രോബബിലിറ്റി, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. സ്കോർ ചെയ്യാൻ അത്രയധികം ഒന്നും പറ്റില്ല, പക്ഷെ പഠിക്കാനും മനസ്സിലാക്കാനും എനിക്ക് പെട്ടെന്ന് പറ്റുന്ന ചാപ്റ്റേഴ്സ് ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ മെന്റേഴ്സിനോട് പറഞ്ഞു കൊടുക്കുക. നിങ്ങളുടെ മെന്റേഴ്സിന്റെ അടുത്ത് നിന്ന് ഏതൊക്കെ സൈഡാക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് പേഴ്സണലായിട്ട് സൈഡാക്കാൻ പറ്റുന്ന കാര്യങ്ങള്, ചാപ്റ്റേഴ്സ് ഏതൊക്കെയാ എന്നുള്ളത് നിങ്ങളുടെ മെന്റേഴ്സ് പറഞ്ഞു തരും. അപ്പം ഞാൻ പറഞ്ഞ കാര്യം എന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾ എല്ലാവരും തന്നെ ഐഡിയലി എന്ത് ചെയ്യേണ്ട ആൾക്കാരാണ്? 4 സബ്ജക്ട് ഒരുപോലെ പഠിക്കേണ്ട ആളുകളാണ്. ഇനി 4 സബ്ജക്റ്റും ഇനിയും മുന്നോട്ടേക്ക് പഠിക്കാൻ പ്രയാസം നേരിടുന്ന ആ ബോർഡർ ലൈനിൽ നിൽക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ 3 സബ്ജക്ട് കോറായിട്ട് പഠിക്കുക ആൻഡ് ഒരു സബ്ജക്ട് സെക്കൻഡറി ആയിട്ട് വെക്കുക. ആ സെക്കൻഡറി സബ്ജക്റ്റിൽ പഠിക്കണം. സെലക്റ്റീവ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് പഠിച്ചുകൊണ്ട് തന്നെ പോകണം. അതിൽ എത്രത്തോളം നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഓൺലി ആഫ്റ്റർ കൺസൾട്ടിങ് വിത്ത് മെന്റർ മാത്രം സംസാരിക്കേണ്ട കാര്യമാണ്. അല്ലാതെ നിങ്ങൾ എടുത്ത് ചാടിയിട്ട് ഒരു തീരുമാനം എടുക്കരുത്. ഓക്കെ, യെസ്. അപ്പം പ്രൈമറി 3 സബ്ജക്റ്റും ഒരു സെക്കൻഡറി സബ്ജക്റ്റും എന്നുള്ളത് ഓക്കെയാണ്. നെവർ ഡു ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അത് മാത്രം 3 സബ്ജക്റ്റോ അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 സബ്ജക്റ്റ് മാത്രം പഠിച്ചിട്ട് പോവുക എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ചെയ്യൂല. ഇനി അടുത്തത്, നമ്മൾ ഇതുവരെ ചെയ്തു വന്നത് വീക്ക് ബൈ വീക്ക് ആയിട്ട് നിങ്ങൾക്ക് തിയറി ക്ലാസ്സുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അതിനുശേഷം നിങ്ങൾ എക്സാം എഴുതും. നിങ്ങൾ അത് ആ വീഡിയോസ് എല്ലാം ക്രിസ്പ് ആയിട്ടുള്ള വീഡിയോസ് ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വീക്ക് ബൈ വീക്ക് അത് കണ്ടു തീർക്കും. എന്നിട്ട് നിങ്ങൾ എക്സാം എഴുതും. എന്നിട്ട് നമുക്ക് റെഗുലർ ആയിട്ട് ലൈവ് ക്ലാസ് ഉണ്ടായിരുന്നു. ആ ലൈവ് ക്ലാസ്സിൽ അഡീഷണൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തീർക്കാറുണ്ട്. അങ്ങനെ ഒരു സിസ്റ്റത്തിലൂടെയാണ് ഇപ്പൊ നമ്മൾ കടന്നു പോയിട്ടുള്ളത്. ഇനി ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന്, അപ്പൊ ഈ ഒരു സിസ്റ്റത്തിൽ നിങ്ങൾ എന്താ സംഭവിച്ചത്? നിങ്ങൾ ക്ലാസ് കേൾക്കും, നിങ്ങളത് പഠിക്കും, വായിക്കും. എന്നിട്ട് നിങ്ങൾ പല ടോപ്പിക്കുകളും ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പാസീവായിട്ട് നിങ്ങൾ ഒരു റിവിഷനും നടത്തി കാണും. കാരണം വീക്ക്ലി ടെസ്റ്റ് എന്തായാലും ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് പാസീവ് ആയിട്ടുള്ള ഒരു റിവിഷനും നിങ്ങൾ നടത്തി കാണും. ഇനി ആ ഒരു സിസ്റ്റത്തിൽ നിന്നും ഇനി മുന്നോട്ടേക്ക് റിവിഷൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് ഇതുപോലത്തെ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാനല്ല നമ്മൾ റിവൈസ് ചെയ്യുന്നത്. ഇത് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇതിനെ ഞാൻ വില കുറച്ച് കാണുകയല്ല, ഇത് നമ്മളുടെ നിർബന്ധമായിട്ട് നമുക്ക് വേണ്ട കാര്യമാണ്. പക്ഷേ ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. കാര്യം നമുക്ക് തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ, അല്ലെങ്കിൽ ഇതുവരെ വെള്ളിയാഴ്ച വരെ ആയിരുന്നു, ആ ദിവസങ്ങളിൽ ഇങ്ങനെ 20 മിനിറ്റ് ഉള്ള കണ്ടന്റ് വീഡിയോസ് ഇങ്ങനെ ഉണ്ട്. അതിങ്ങനെ കാണുന്നു, സുഖമായിട്ട് പഠിക്കുന്നു. എന്നിട്ട് അവസാനത്തെ വീക്ക്ലി ടെസ്റ്റ് എഴുതുന്നു. ലൈവ് ക്ലാസ്സിൽ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് എല്ലാം ക്ലിയർ ആയിട്ട് പോകുന്നു. ഇവിടെ നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് ഒന്നുമില്ല. ഓക്കെ, ഇനി അങ്ങോട്ടേക്ക് അങ്ങനെയല്ല. മേക്ക് യുവർ സെൽഫ് അൺകംഫർട്ടബിൾ. ഇനി നമ്മൾ അത്രയും പാസീവായിട്ട് കാര്യങ്ങളെ കണ്ടാ പോരാ. ഇനി നമ്മൾ കംഫർട്ടബിൾ ആയിട്ടാണ് റിവിഷനെ കാണുന്നത് എങ്കിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് ഉറപ്പിച്ചോ. ഇനി നമ്മൾ ഒരു 3-3.5 മാസം മുന്നോട്ടേക്ക് നമ്മളെ തന്നെ പെയിനിലൂടെ കടത്തിവിടാനാണ് പോകുന്നത്. ഐസറിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് കോച്ചിങ് ആണോ നിങ്ങൾ നോക്കുന്നത്? ഐസറിന് വേണ്ടി മാത്രം ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ഐസറിലെ സ്റ്റുഡൻസ് നിങ്ങൾക്ക് തരുന്ന മെന്റർഷിപ്പ്, വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റുകൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐസർ കോച്ചിങ് പ്രോഗ്രാമിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഈ ഫോൺ നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇനി നമ്മൾ പാസീവ് ആയിട്ടുള്ള റീഡിംഗ് അല്ല, ഓൾറെഡി വായിച്ച് നമ്മൾ പഠിച്ചത് റിട്രീവ് ചെയ്തെടുക്കുക, ഒരു റിവിഷൻ ആക്റ്റീവായിട്ട് നടത്തുക എന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ആണ്. നമുക്ക് മുന്നോട്ടേക്കും റെഗുലർ ആയിട്ട് റിവിഷൻ ടെസ്റ്റുകൾ ഉണ്ടാവും, മൊഡ്യൂൾ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇനി ഉള്ളൊരു റിവിഷൻ പ്ലാൻ എന്ന് പറയുന്നത്, നിങ്ങൾ മൺഡേ തൊട്ട് സാറ്റർഡേ വരെ എന്ത് ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ നമ്മൾ തരും. അതിനുശേഷം നിങ്ങൾ സൺഡേ
സൺഡേ രാവിലെ 9 മണി തൊട്ട് 12 മണി വരെ നമ്മളുടെ റിവിഷൻ ടെസ്റ്റ് എഴുതും. 12 മണിക്ക് നിങ്ങൾക്ക് എന്ത് കഴിയും? റിവിഷൻ ടെസ്റ്റ് എൻഡ് ചെയ്യും. അതിനുശേഷം ഈവനിങ് ടു നൈറ്റ് അല്ലെങ്കിൽ നൈറ്റ് വരെ എന്ന് വിചാരിച്ചോ, വേണ്ട, കുറച്ച് സമയം നമുക്ക് റെസ്റ്റ് എടുക്കാം. ഈവനിങ് വരെ നിങ്ങൾ ഈ എക്സാം എഴുതിയ എക്സാമിന് എന്തൊക്കെയാണോ ഒന്നും കൂടെ അറ്റംപ്റ്റ് ചെയ്തു നോക്കണം. ആ എക്സാമിനെ കുറിച്ചുള്ള ഒരു അനാലിസിസ് നിങ്ങൾ നടത്തണം. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷൻ അതിന്റെ കൂടെ ഉണ്ടായിരിക്കും. സൊല്യൂഷൻ നോക്കിയിട്ട് അനാലിസിസ് നിങ്ങൾ നടത്തണം. സ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിയർ ആവാത്ത ഒരു പ്രശ്നമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഡൗട്ട് ക്ലിയറൻസിന് നമുക്ക് ഗ്രൂപ്പും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അതിന്റെ പുറമെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് റെഗുലർ ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസ് ഗ്രൂപ്പിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് തന്നെ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ, ഈ ഡൗട്ട് ക്ലിയറൻസ് ഈ ഒരു സമയത്ത് നമ്മൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട്, ആ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ടാണ്. ജനറൽ ആയിട്ടുള്ള ഡൗട്ടുകൾ പൊതുവെ നമ്മൾ ആ ഒരു സമയത്ത് ചോദിക്കാതിരിക്കാവും നന്നാവുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഈ സ്ട്രക്ചർ എന്താന്നുള്ളത് പ്രോപ്പർ ആയിട്ട് നിങ്ങളുടെ മെന്റേഴ്സ് അടുത്ത ദിവസം തന്നെ, അതായത് തൊട്ടടുത്ത ദിവസം ഈ നാളെ നിങ്ങൾക്ക് ഒരു സെഷൻ ഉണ്ടായിരിക്കും. അപ്പം ഷെഡ്യൂൾ എന്താന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, ഇനി അപ്പം ഞാൻ എന്താണ് നമ്മളെ ഷെഡ്യൂള് എന്നുള്ളത് പറഞ്ഞു. അപ്പൊ എല്ലാ വീക്കും ടെസ്റ്റ് ഉണ്ടായിരിക്കും. ആ ടെസ്റ്റ് എന്തായാലും നമ്മൾ ചെയ്തു നോക്കണം. ആൻഡ് അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ എറർ എന്തെങ്കിലും പറ്റിയാൽ അല്ലെ, അപ്പം ആ എറർ എന്താണ്, അതിന്റെ കറക്ഷൻ എന്താണ് വേണ്ടത് എന്നുള്ള ഒരു എറർ ലോഗും കാര്യങ്ങളും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പൊ ഇതുവരെ ജീവിച്ച് വന്നിരുന്ന ഒരു എന്താ പറയാ, ഒരു സുഖകരമായിട്ടുള്ള ജീവിതമൊക്കെ വെടിഞ്ഞ് ഇനി കുറച്ച് കല്ലും മുള്ളുള്ള ജീവിതത്തിലേക്കാണ് നമ്മൾ മുന്നോട്ടേക്ക് പോവാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു ഷിഫ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഇതുവരെ നമുക്ക് ആസ്വദിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു സമയമായിരുന്നു അല്ലെ. അത്ര ആസ്വദിച്ചതെന്നല്ല, നിങ്ങൾ സ്ട്രെസ്സിലൂടെയാവും കടന്നു പോയത്. ഡെഫിനറ്റ്ലി അങ്ങനെ തന്നെയാ എല്ലാവരും കടന്നു പോയിട്ടുള്ളത്. എല്ലാ ആസ്പിറൻസും, ഏത് പരീക്ഷയുടെ ആസ്പിറൻസ് ആണെങ്കിലും സീരിയസ് ആയിട്ട് നമ്മളൊരു ഡ്രീം ഫോക്കസ് ചെയ്തിട്ട് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പം ടെൻഷൻ എന്ന് പറയുന്നത് നോർമലാണ്. അത് ആ ഒരു പ്രോസസ്സിലൂടെ അത് പോകുമ്പോൾ എന്താണെങ്കിലും ടെൻഷൻ അത് ഉണ്ടായിരിക്കും. ഓക്കെ, പക്ഷെ അതിനെക്കാട്ടിലും റിഗറസ് ആയിട്ടുള്ള വേ ഓഫ് പ്രിപ്പറേഷനിലേക്കാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്. ഈ ഒരു പ്രിപ്പറേഷനിലേക്ക് കടക്കുമ്പോൾ മാത്രമേ നമ്മളുടെ സ്കോറില് വലിയ ഇംപ്രൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും. ക്ലിയർ ആണല്ലോ പറഞ്ഞ കാര്യം? അപ്പൊ ഇനി ഇതുപോലെയുള്ള ഒരു ഇതുവരെ വന്ന കാര്യങ്ങളിലൂടെ അല്ല നമ്മൾ ഇനി മുന്നോട്ടേക്ക് പോവാൻ പോകുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി എന്താണ് റിവിഷനിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനമായിട്ടുള്ള ടേക്ക് അവേ എന്ന് പറഞ്ഞാൽ എന്ന് ചോദിച്ചാൽ, ആക്റ്റീവ് റീകോൾ ആണ് നമ്മളുടെ ഇവിടുത്തെ മെത്തേഡ്. ഇനി നമ്മൾ ഇങ്ങനെ പുസ്തകം എടുത്ത് വീണ്ടും 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 വായിച്ചുകൊണ്ടിരിക്കുക, വീഡിയോ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുക, നെവർ ഡു ഇറ്റ്. അത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ ചെയ്യരുത്. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഇപ്പൊ പുസ്തകത്തിൽ ഉണ്ടാവുമല്ലോ, ആ പുസ്തകം ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക, ആ പുസ്തകം അടച്ചു വെക്കുക. അതിനുശേഷം നിങ്ങളെ തന്നെ സ്വയം അത് ഓർത്തെടുക്കുന്നു. പറ്റുമെങ്കിൽ നിങ്ങളെ വരച്ച് നിങ്ങളെ തന്നെ പഠിപ്പിക്കുന്നു. ആൻഡ് ആ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, എഴുതി നിങ്ങളെ തന്നെ പഠിപ്പിക്കാൻ നോക്കുക. അത് ചെക്ക് ചെയ്യുക. ഈ പുസ്തകത്തിലുള്ള എല്ലാ കണ്ടന്റും ഞാൻ പഠിപ്പിച്ചതിലില്ലേ, എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. ആൻഡ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. ഇതിനു വേണ്ടി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ പ്രോസസ്സ് ചെയ്യണം. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, കെമിക്കൽ കോർഡിനേഷൻ എന്നാ പിന്നെ ഇതൊരു 2 ദിവസം ഇരുന്ന് അങ്ങ് റിവൈസ് ചെയ്യാം. അത് നല്ല സുഖമുള്ള പരിപാടിയാണേ. അത് ഭയങ്കര കംഫർട്ടബിൾ സാധനമാണ്. അത് ബെഡിൽ ഇരുന്ന് അല്ലെങ്കിൽ ബെഡിൽ കിടന്നുറങ്ങുന്ന മാതിരത്തെ പരിപാടിയാണ്. എന്ത്, ഇനി ഇങ്ങനെ പുസ്തകം എടുത്ത് വായിക്കുക എന്നുള്ളത്. ഇനി പുസ്തകം വായനയില്ല. ഷടേന്ന് പറഞ്ഞ പുസ്തകം വായിക്കുന്നു, പുസ്തകം അടച്ചു വെക്കുന്നു. പുസ്തകം അടച്ചു വെച്ചിട്ടാണ് നമ്മൾ ആക്റ്റീവ് റീകോൾ എന്ന് പറയുന്ന സാധനം തുടങ്ങുന്നത്. എന്നിട്ട് അത് റീകോൾ ചെയ്യുന്നു, എഴുതുന്നു, അത് ചെക്ക് ചെയ്യുന്നു, കറക്റ്റ് ചെയ്യുന്നു, ഷടപടേ എന്ന് പറഞ്ഞ പരിപാടി തീർക്കുന്നു, ആ ചാപ്റ്റർ തീർക്കുന്നു. റിവിഷൻ ഷുഡ് ബി പെയിൻ. മനസ്സിലായോ? അപ്പൊ ജിമ്മിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ പറയും നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള വെയിറ്റ് ആണ്, ഇതൊക്കെ നല്ല സുഖമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഗ്രോത്ത് ഉണ്ടാവില്ല. മസിൽ ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്താണ്, ആ പെയിൻ അറിയണം.
അല്ലെ? അപ്പൊ ഫേമസ് ആയിട്ട് പണ്ടത്തെ ബോഡി ബിൽഡേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കോട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നോ പെയിൻ നോ ഗെയിൻ, അല്ലെ? അത് ഭയങ്കര ട്രൂ ആണ്. അതായത് ജീവിതത്തിൽ മൊത്തം പെയിൻ ഉണ്ടെങ്കിലേ ഗെയിൻ ഉണ്ടാവുള്ളൂ എന്നുള്ളതല്ല അർത്ഥം. പക്ഷെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുമ്പോൾ പെയിൻ ഇല്ലെങ്കിൽ ഗെയിൻ ഉണ്ടാവില്ല. ഇനി ഡെയിലി ഒരു റിവിഷൻ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ആക്റ്റീവ് റീകോളിന് ശേഷം മാക്സിമം നമ്പർ ഓഫ് MCQs ചെയ്ത് പഠിക്കണം. മാക്സിമം നമ്പർ ഓഫ് MCQs. ഏതൊക്കെ ടൈപ്പ് MCQs ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മെറ്റീരിയലിലുള്ള ഐസറിനെ ബേസ് ചെയ്തിട്ടുള്ള, ഐസറിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഐസറിലെ സ്റ്റുഡൻസ് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ആ മെറ്റീരിയലിൽ കാണാൻ പറ്റുക. ആ മെറ്റീരിയലിലുള്ള ചോദ്യങ്ങൾ എന്താണെങ്കിലും ഒരു ചാപ്റ്ററിൽ 60 ക്വസ്റ്റ്യൻസും അതിന്റെ സൊല്യൂഷൻസും കീയും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം ചെയ്തു നോക്കുക. അതുപോലെ തന്നെ എക്സ്ട്രാ നിങ്ങൾക്ക് എത്ര സമയമുണ്ടോ അത്ര സമയം എടുത്തിട്ട് നിങ്ങൾക്ക് KVPYന്റെ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണെങ്കിൽ അത് ചെയ്തു നോക്കുക. ഒളിമ്പിയാഡിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ JEE മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടുമോ മാക്സിമം നമ്പർ ഓഫ് MCQs നിങ്ങൾ ചെയ്തു നോക്കുക. ഓക്കെ, ഏറ്റവും മിനിമം നമ്മളുടെ മെറ്റീരിയലിലുള്ള 60 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി ഒരു റിവിഷൻ ഷെഡ്യൂൾ ഫോളോ ചെയ്യുക. ഷെഡ്യൂൾ നിങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ ദിവസവും രാവിലെ തൊട്ട് രാത്രി വരെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം എന്നുള്ളതിന്റെ ഡെയിലി ഷെഡ്യൂൾ ഞങ്ങൾ നിങ്ങൾക്ക് തരും. അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പേഴ്സണൽ കാര്യം കൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്താൽ എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നന്നാവും എന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ട് എങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. പക്ഷേ ഓൺലി ആഫ്റ്റർ കൺസൾട്ടിങ് വിത്ത് യുവർ മെന്റർ. നിങ്ങൾ സ്വന്തമായിട്ട് ദയവ് ചെയ്ത് റിവിഷന്റെ സമയത്ത് ഒരു തീരുമാനം എടുക്കരുത് വിത്തൗട്ട് കൺസൾട്ടിങ് അസ്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് വീക്കിലി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾക്ക് ഓരോ ആഴ്ചയും റിവൈസ് ചെയ്യുമ്പോൾ ചില വീക്ക് ആയിട്ടുള്ള ടോപ്പിക് ഉണ്ടാവും. രണ്ട് വീക്കിലിയാണ് ഞാൻ പറയുന്നത്. ഒന്ന് വീക്ക് ആയിട്ടുള്ള ടോപ്പിക് ഉണ്ടാവും. ആ വീക്ക് ആയിട്ടുള്ള ടോപ്പിക്കിനെ കുറച്ചൊന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്ത് കുറച്ച് ടൈം കൊടുക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ആക്റ്റീവ് ആയിട്ട് റീകോൾ ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അതിനെ മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണാം, വേണമെങ്കിൽ നോട്ട് ഒന്നും കൂടെ ഡെപ്തിൽ വായിച്ചു നോക്കാം. മനസ്സിലായോ? അപ്പൊ ഇനി സെലക്റ്റീവ് ആയിട്ട് മാത്രമേ നിങ്ങളെ വീക്ക് ഏരിയ നിങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ, വീഡിയോ എടുത്ത് കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് ജെനറ്റിക്സിൽ ഒരു ഭാഗം, സേ ഫോർ എക്സാമ്പിൾ DNA ഫിംഗർ പ്രിന്റിങ്, അതൊന്നും കൂടെ കാണുന്നുണ്ടെങ്കിൽ DNA ഫിംഗർ പ്രിന്റിങ് മാത്രം നിങ്ങൾ ആ ഒരു പാർട്ട് മാത്രം എടുത്ത് വീഡിയോ കാണും. അല്ലാതെ ഓവറോൾ മോളിക്കുലാർ ബേസിസ് ഇനി വീഡിയോ കണ്ട് പഠിക്കാന്നൊന്നും വിചാരിക്കരുത്. നമ്മളുടെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഷോർട്ടാണ്, ക്രിസ്പാണ്. ബയോളജി ഒക്കെ ആണെങ്കിൽ 15 to 20 minutes ആണ് ഒരു വീഡിയോ എന്ന് പറയുന്നത്. അങ്ങനെ പാർട്ട് ബൈ പാർട്ട്. ഇപ്പം കൗണ്ടർ കറന്റ് മെക്കാനിസം ആണെങ്കിൽ കൗണ്ടർ കറന്റ് മെക്കാനിസം പോയിട്ട് കാണാം, അല്ലാതെ എക്സ്ക്രീഷൻ പോയിട്ട് കാണുക എന്ന് പറയുന്ന ഒരു പരിപാടി നമ്മൾ ഇനി ചെയ്യരുത്. ഓക്കെ, സോ അണ്ടർസ്റ്റാൻഡ് യുവർ വീക്ക് ഏരിയ ആൻഡ് വീക്ക്ലി നമ്മൾ എന്ത് ചെയ്യണം? വീക്ക് ടോപ്പിക്സ് ഒന്ന് റിവൈസ് ചെയ്യേണ്ടി വരും, ചില സമയത്ത് വീഡിയോ കാണേണ്ടി വരും. ഇനി നിങ്ങൾ എക്സാം എഴുതുമ്പോൾ അറ്റംപ്റ്റ് ചെയ്ത മിസ്റ്റേക്കുകൾ അതൊന്നും കൂടെ അനലൈസ് ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. റോങ് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എല്ലാ ചോദ്യവും പരീക്ഷ കഴിഞ്ഞാല് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ചോദ്യപേപ്പറിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ഒന്നും കൂടെ ചെയ്തു നോക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലായോ? എക്സാമിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് എക്സാമിനേഷന്റെ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മോക്ക് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ വീക്ക്ലി ടെസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിവിഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താ? എറർ ലോഗ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു എറർ ബുക്ക് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് ആ എറർ നിങ്ങൾ ഓരോ ചോദ്യവും എന്തുകൊണ്ട് ആ എറർ പറ്റി എന്നുള്ളത് അവിടെ എഴുതി വെക്കുക. നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നിങ്ങളുടെ കീ മിസ്റ്റേക്കുകൾ. ന്യൂമറിക്കൽ പ്രോബ്ലത്തിൽ 0.1 എന്നുള്ളതിന് 1 ഇട്ടതാണോ, അതായത് സ്ലൈറ്റ് ആയിട്ടുള്ള അശ്രദ്ധ കൊണ്ടുള്ള മിസ്റ്റേക്ക് ആണ്. നിങ്ങൾക്ക് കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം അത് മനസ്സിലാവാത്തത് കൊണ്ടാണോ നിങ്ങൾ എക്സാം ആ ഒരു ചോദ്യം തെറ്റിച്ചത്? അതെല്ലാം നിങ്ങൾ എഴുതി വെക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ തെറ്റിച്ചത് ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക.
അപ്പൊ നിങ്ങളുടെ ഒരു വീക്കിലി അല്ലെങ്കിൽ നമ്മളുടെ ഒരു റിവിഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ഡെയിലി നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, ആക്റ്റീവ് റീകോൾ ഉണ്ടാവും, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യും, ഒരു റിവിഷൻ ഷെഡ്യൂൾ ഫോളോ ചെയ്യും. അതാണ് നമ്മുടെ ഡെയിലി പരിപാടി. ഇനി വീക്കിലി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഡെയിലി റിവൈസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു വീക്ക് ഏരിയ ഉണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ആ ഏരിയ ഒന്നും കൂടെ റിവൈസ് ചെയ്യുക. ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ ചെയ്തു നോക്കുക. നമ്മൾ എക്സാം എഴുതുമ്പോൾ തെറ്റിപ്പോയിട്ടുള്ള എറർ ലോഗ് നോക്കിയിട്ട് ആ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തു നോക്കാം. ഇനി എക്സാമിന് ശേഷം ചെയ്യേണ്ട കാര്യം എന്താണ്, കൃത്യമായിട്ട് നമ്മൾ എറർ ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ എറർ ബുക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം, ഇതൊക്കെ നിങ്ങൾ വിശദമായിട്ട് ത്രൂ ഔട്ട് ഇയർ നിങ്ങളുടെ മെന്റേഴ്സ് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും. ആൻഡ് അഗെയിൻ നാളത്തെ സെഷനിൽ നിങ്ങളുടെ മെന്റേഴ്സ് വീണ്ടും ഇക്കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നതുമാണ്. ക്ലിയർ ആണല്ലോ? ഇനി മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ നമ്മൾ മുന്നിലേക്ക് പോകേണ്ട ഒരു റൂള് എന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റിന്റെ സ്ട്രാറ്റജി. ഇതാണ് നമ്മളുടെ ഒരു കോർ റൂൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മൊഡ്യൂളുകളായിട്ട് തരംതിരിക്കും അല്ലേ. നമ്മൾ ഇനി മുന്നോട്ടേക്ക് റിവൈസ് ചെയ്യാനുള്ളത് മൊഡ്യൂൾ ബൈ മൊഡ്യൂൾ തരംതിരിക്കും. ആൻഡ് ഒരു ആഴ്ചയാണ് നിങ്ങൾക്ക് ഒരു മൊഡ്യൂള് പഠിക്കാനുള്ളത്. ആ മൊഡ്യൂളിനെ നമ്മൾ എങ്ങനെയാണ് മൊഡ്യൂൾ ആക്കി തിരിച്ചത് എന്നുള്ളത് അറിയോ? നമ്മള് ടോട്ടൽ ചാപ്റ്റേഴ്സിനെ ഡിഫറെന്റ് മൊഡ്യൂൾസ് ആക്കി. ഇനി മൊഡ്യൂൾസ് ആക്കുന്നത്, ഈ മൊഡ്യൂൾസ് എന്ന് പറയുന്നത് 3 ഡിഫറെന്റ് ടൈപ്പ് മൊഡ്യൂൾസ് ആണ്. ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൊഡ്യൂൾസ് നിങ്ങൾക്ക് അറിയോ? നിങ്ങളോട് ആദ്യമായിട്ടായിരിക്കും പറയുന്നത് അല്ലെ, ഞാൻ ആദ്യമായിട്ടായിരിക്കും പറയുന്നത്. നിങ്ങളുടെ മെന്റേഴ്സ് നാളെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ തരാൻ പോകുന്നത്. അപ്പം ഒന്നാമത്തെ ടൈപ്പ്, there are 3 different types of modules നമ്മളുടെ മൊഡ്യൂളിൽ. ഒന്നാമത്തത് ഹൈ ഈൽഡിങ് ആയിട്ടുള്ള മൊഡ്യൂൾ ആണ്. രണ്ടാമത്തെ ടൈപ്പ് മൊഡ്യൂൾസ് എന്ന് പറയുന്നത് നോർമൽ ഈൽഡിങ് ആയിട്ടുള്ള മൊഡ്യൂൾസ് ആണ്. ആൻഡ് മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ലോ ഈൽഡിങ് മൊഡ്യൂൾസ് ആണ്. അപ്പം ഇനീഷ്യലി നിങ്ങൾക്ക് ആദ്യത്തെ മൊഡ്യൂളുകൾ, ആദ്യത്തെ മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3 ആൻഡ് മൊഡ്യൂൾ 4, ഈ 4 മൊഡ്യൂളുകളും നിങ്ങൾക്ക് ഉണ്ടാവുക ഹൈ ഈൽഡിങ് മൊഡ്യൂളിലുള്ള ചാപ്റ്റേഴ്സ് ആയിരിക്കും. നമുക്കറിയാം ചില ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബയോടെക്നോളജി, അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇനി മാത്സിൻ്റെത് പറയുകയാണെങ്കിൽ മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ്. പിന്നെ കെമിസ്ട്രിയിൽ പറയുകയാണെങ്കിൽ കെമിക്കൽ കോർഡിനേഷൻ. ഇതൊക്കെ നമ്മൾ ഒരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ നല്ല റിട്ടേൺസ് കിട്ടുന്ന, ഇൻ ടേംസ് ഓഫ് മാർക്ക് നല്ല റിട്ടേൺസ് കിട്ടുന്ന ചാപ്റ്റേഴ്സ് ആണ്. ഈ ചാപ്റ്റേഴ്സ് വേണം നമ്മൾ എന്ത് ചെയ്യാന്, ആദ്യത്തെ മൊഡ്യൂളിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തിയത് ഇതുപോലത്തെ ചാപ്റ്റേഴ്സ് ആണ്. ആൻഡ് ആ മൊഡ്യൂളുകളിൽ, ഒരു മൊഡ്യൂൾ എന്ന് പറഞ്ഞ ഒരാഴ്ചയാണല്ലോ, ആ ഒരാഴ്ച ഹൈ ഈൽഡിങ് മൊഡ്യൂളിൽ കുറച്ച് നമ്പർ ഓഫ് ചാപ്റ്റേഴ്സേ ഉണ്ടായിരിക്കുള്ളൂ. സോ ദാറ്റ് നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിലും ഇത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യാനും കൂടുതൽ ഫോക്കസ് ചെയ്യാനും കൂടുതൽ എന്താ പറയാ റിവിഷൻ വേണമെങ്കിൽ നടത്താനുള്ള സമയം ഉണ്ടായിരിക്കും. ഇനി അത് കഴിഞ്ഞതിന് ശേഷം 5ാമത്തെയും 6ാമത്തെയും 7ാമത്തെയും 8ാമത്തെയും മൊഡ്യൂൾ എന്ന് പറയുന്നത് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് മൊഡ്യൂൾസ് ആണ്. ദാറ്റ് ഈസ് നോർമൽ ഈൽഡിങ് മൊഡ്യൂൾസ് ആണ്. അവിടെ ഒരു മൊഡ്യൂളിലുള്ള ചാപ്റ്റേഴ്സിന്റെ എണ്ണം കുറച്ചും കൂടെ കൂടും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ട സമയം കുറച്ച് കുറവായിരിക്കും. കാരണം കൂടുതൽ നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് എവിടെ വരുന്നുണ്ട്, ഇപ്പം മൊഡ്യൂൾ 1-നെക്കാട്ടിലും, അതായത് ഫസ്റ്റ് ടൈപ്പ് മൊഡ്യൂളിനെക്കാട്ടിലും കൂടുതൽ ചാപ്റ്റേഴ്സ് ഇപ്പൊ ഒരു മൊഡ്യൂളിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതാണ് രണ്ടാമത്തെ ടൈപ്പ് മൊഡ്യൂള്, നോർമൽ ഈൽഡിംഗ് ആണ്. അപ്പൊ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൊഡ്യൂളാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ലോ ഈൽഡിംഗ് ചാപ്റ്റേഴ്സ് ആണ്. ലിവിങ് വേൾഡ്, ഈവൻ ആനിമൽ കിങ്ഡം പോലും ലോ ഈൽഡിംഗ് ആണ്. കാരണം എന്താ, കുറെ സമയം ഇരുന്ന് പഠിച്ചാലേ ഒരു ചോദ്യം കിട്ടുള്ളൂ. അതിനേക്കാട്ടിലും നല്ലത് എന്ന് പറയുന്നത് ഹൈ ഈൽഡിങ്ങും നോർമൽ ഈൽഡിങ്ങും ആയിട്ടുള്ള മൊഡ്യൂളുകൾ നമ്മൾ ഫോക്കസ് ചെയ്യാണ്. അപ്പൊ ലോ ഈൽഡിംഗ് എന്ന് പറയുന്നത് എന്താ, കുറെ സമയം ഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് വലിയ റിട്ടേൺസ് ഒന്നും ഇല്ല. ചോദ്യം വരൂല എന്നല്ല അതിന്റെ അർത്ഥം, കുറെ സമയം നമ്മൾ പഠിച്ചാലേ എന്തെങ്കിലും കുറവ് ചോദ്യം വരാനുള്ള സാധ്യത ഉള്ളൂ. ആ ഒരു ഈൽഡ് നോക്കിയിട്ടാണ് നമ്മൾ 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൊഡ്യൂൾ ആയിട്ട് തിരിച്ചത്. ഇനി അവസാനത്തെ 2 മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ലോ ഈൽഡിംഗ് മൊഡ്യൂൾ ആണ്. അവിടെ നമുക്ക്
കുറച്ച് അധികം ചാപ്റ്റേഴ്സ് ആ 2 മൊഡ്യൂളിൽ ഉണ്ടാവും. കാരണം നിങ്ങളൊന്ന് പാസീവായിട്ട് ആ ഒരു മൊഡ്യൂളിലൂടെ കടത്തി വിടുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ഫോക്കസ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. അപ്പം നമ്മൾ ആദ്യത്തെ 4 മൊഡ്യൂൾ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് മാത്രം മതി നിങ്ങൾക്ക് ഒരു 50% മാർക്ക് സ്കോർ ചെയ്യാൻ. രണ്ടാമത്തെ മൊഡ്യൂൾസ് എന്ന് പറയുന്നത് അത് നിങ്ങളെ സ്കോർ ഏറ്റവും അടിപൊളി ഐസറിലേക്ക് എത്തിക്കും. ആൻഡ് മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫോർ ദ സേക്ക് ഓഫ് കവറിങ് ഓൾ ദ പോർഷൻസ്, അത് കവർ ചെയ്യാൻ, ഒന്ന് റിവൈസ് ചെയ്യാൻ, ഒന്ന് എക്സാം എഴുതി നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മൊഡ്യൂൾ 3 എന്ന് പറയുന്നത്. ആ മൊഡ്യൂൾ തേർഡ് ടൈപ്പ് ഓഫ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. യെസ്. ഇനി മോക്ക് ടെസ്റ്റ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഒരു മോക്ക് ടെസ്റ്റ് ആണ് നമുക്കൊരു വീക്കിൽ ഉണ്ടാവുക അല്ലെ. ആ മോക്ക് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ അതിന്റെ അനാലിസിസ് നമ്മൾ നടത്തണം. 3 മണിക്കൂറാണ് എക്സാമിന് എങ്കിൽ 4.5 മണിക്കൂർ നിങ്ങൾ ആ എക്സാമിന്റെ അനാലിസിസ് നടത്തണം ഐഡിയലി. മനസ്സിലായോ? 3 മണിക്കൂർ നിങ്ങൾ പരീക്ഷ എഴുതിയാൽ അതൊന്നും കൂടെ അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. എല്ലാ ചോദ്യവും ഒന്നും കൂടെ ചെയ്ത് നോക്കുക. തെറ്റിയ ചോദ്യത്തിന്റെ എറർ ലോഗ് മെയിൻറ്റെയിൻ ചെയ്യുക. തെറ്റിയ ചോദ്യം ഐഡന്റിഫൈ ചെയ്യുക. എന്തുകൊണ്ട് തെറ്റി, അതെങ്ങനെ ഫിക്സ് ചെയ്യാം എന്ന് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നിടത്ത് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുമ്പോഴാണ് നിങ്ങളൊരു പ്രോപ്പർ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് പറ്റുന്ന ഒരു സ്റ്റഫ് ഉള്ള ഒരു മനുഷ്യനാവുന്നത്. മനസ്സിലായോ? കുറെ പഠിച്ചിട്ട് ഇനി ഒന്നും ഒരു കാര്യമില്ല എന്നുള്ളത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. ഇനി നമുക്ക് വേറൊരു ടൈപ്പ് പഠിത്തമാണ് വേണ്ടത്. അപ്പം എക്സാം എഴുതുന്നതിനേക്കാൾ കൂടുതൽ സമയം എക്സാം അനലൈസ് ചെയ്യാൻ നിങ്ങൾ കൊടുക്കണം. മടി കാണിക്കരുത്. ഇവിടെയാണ് നമ്മളെ സ്കോർ ഇംപ്രൂവ് ആവാൻ പോകുന്നത്. യെസ്, പോകുന്നില്ല. മാർക്ക് മൈ വേർഡ്സ്, നിങ്ങൾ അനാലിസിസ് നടത്താതെ പഠിക്കുന്നു എക്സാം എഴുതുന്നു, there will not be any improvement. ക്ലിയർ ആയിട്ട് ആ കാര്യം മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞ ഒരു മിസ്റ്റേക്ക് ജേണൽ, നമ്മൾ ഓരോ എക്സാമിനും എന്ത് മിസ്റ്റേക്ക് ആണ് വരുത്തുന്നത് എന്നുള്ള ഒരു മിസ്റ്റേക്ക് ജേണൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. അത് ഏത് ടൈപ്പ് ചോദ്യമാണ്? ഒരു ചോദ്യം, അത് ഏത് ടൈപ്പ് ചോദ്യമാണ് ആ മോക്ക് ടെസ്റ്റിന് ചോദിച്ചത്? ഡയഗ്രം ബേസ്ഡ് ആണോ, ന്യൂമറിക്കൽ ആണോ, ഹൈലി കോൺസെപ്ഷ്യൽ ആണോ, ജസ്റ്റ് ടിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കും. ക്വസ്റ്റ്യൻ ടൈപ്പ് നിങ്ങൾ ഓരോ ചോദ്യത്തിന്റെയും ആ മിസ്റ്റേക്ക് ജേണലിൽ നിങ്ങൾ തെറ്റിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നല്ലേ നോക്കുന്നത്. അപ്പം കോൺസെപ്ഷ്യൽ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ കൂടുതൽ തെറ്റിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എറർ ലോഗ് നോക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ന്യൂമറിക്കൽസ് ആണോ തെറ്റിക്കുന്നത്, ജസ്റ്റ് ടിക്ക് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണോ തെറ്റിക്കുന്നത്, നിങ്ങൾ ഏത് ടൈപ്പ് ചോദ്യങ്ങളാണ് കൂടുതൽ തെറ്റിക്കുന്നത് എന്നുള്ളത് എറർ ലോഗ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പോകും അല്ലെ. അപ്പോ ന്യൂമറിക്കൽ ആണ് നിങ്ങൾ തെറ്റിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ന്യൂമറിക്കൽ സ്കില്ലാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഇൻസൈറ്റ് കിട്ടും. ആദ്യം നമുക്ക് എന്താ വേണ്ടത്? നമ്മുടെ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യണം. പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്താലല്ലേ സൊല്യൂഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് എഴുതണം. ഇനി എങ്ങനത്തെ ടൈപ്പ് മിസ്റ്റേക്ക് ആണ് നിങ്ങൾ ചെയ്തത് എന്നുള്ളത് എഴുതണം. സിമ്പിൾ മിസ്റ്റേക്ക് ആണോ, കാൽക്കുലേഷൻ എറർ ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് കാരണം നിങ്ങൾ ചോദ്യത്തിനെ വായിച്ചത് മനസ്സിലാവാത്തതുകൊണ്ട് സംഭവിച്ചതാണോ, ഏത് ടൈപ്പ് മിസ്റ്റേക്ക് ആണ് എന്നുള്ളത് നിങ്ങൾ എഴുതണം. ടൈപ്പ് ഓഫ് മിസ്റ്റേക്ക്. ഇനി മൂന്നാമത്തെ കാര്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ഫണ്ടമെന്റലി ആ മിസ്റ്റേക്ക് നിങ്ങൾക്ക് പറ്റിയത്? അറിയാത്തത് കൊണ്ടാണെങ്കിൽ അറിയൂലായിരുന്നു ആ കോൺസെപ്റ്റ് എന്ന് എഴുതണം. മനസ്സിലായോ? ന്യൂമറിക്കൽ ആണെന്നുണ്ടെങ്കിൽ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആണെന്ന് എഴുതണം. ഇനി എന്തുകൊണ്ടാണ് ആ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് സംഭവിച്ചത്? ഞാൻ 2 എന്നുള്ളതിന് പകരം 2ഉം 1ഉം വെട്ടിയിട്ട് തല തിരിച്ച് 2 ഇട്ടു, എഴുതി വെക്കണം. മനസ്സിലായോ? കൃത്യമായിട്ട് എങ്ങനെയാണ് ആ മിസ്റ്റേക്ക് ഹാപ്പൻ ചെയ്തത് എന്നുള്ളത് എഴുതണം. എങ്ങനെ കറക്റ്റ് ചെയ്യാമായിരുന്നു, എന്തൊക്കെയാണ് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുക. കോൺസെപ്ഷ്യൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണെന്നുണ്ടെങ്കിൽ വായിക്കണം, ആ കോൺസെപ്റ്റ് അന്ന് തന്നെ വായിക്കണം. മനസ്സിലായോ? എന്താണ് ആ കോൺസെപ്റ്റിൽ പറയുന്നത്, എന്തുകൊണ്ട് ചോദ്യം വെച്ചിട്ട് അവിടെ തെറ്റിപ്പോയി, ആ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുന്നതോട് കൂടിയിട്ട് അവിടെ ഒരു കറക്ഷൻ സംഭവിക്കുകയാണ്. ആ കറക്ഷൻ ആണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. എത്ര മിസ്റ്റേക്കുകൾ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതല്ല, ആ മിസ്റ്റേക്കുകൾ ചെയ്ത് അത് മനസ്സിലാക്കി ഇനി എങ്ങനെ ആ മിസ്റ്റേക്കുകൾ ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് പറ്റും, അവിടെ നിങ്ങളൊരു വിന്നറാണ് അല്ലേ. അപ്പം ഈ ഒരു എറർ ലോഗ് മെയിൻറ്റെയിൻ ചെയ്യണം. എറർ ലോഗ് വീക്ക്ലി ആയിട്ട് നിങ്ങൾ റിവ്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനി നിങ്ങളുടെ മിസ്റ്റേക്ക്, നിങ്ങളുടെ തന്നെ മിസ്റ്റേക്കുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഈ നിങ്ങളുടെ മിസ്റ്റേക്ക് നിങ്ങൾക്ക് ക്ലാസിഫൈ ചെയ്തിട്ട് ലേബൽ ചെയ്ത് വെക്കാൻ പറ്റും. എന്തൊക്കെ ടൈപ്പ് മിസ്റ്റേക്കുകളാണ് നിങ്ങൾക്ക് ലേബൽ ചെയ്യാൻ പറ്റുക? ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞു
ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ എറർ കാറ്റഗറി എന്ന് പറഞ്ഞില്ലേ, ആ കാറ്റഗറി ഏതൊക്കെ ടൈപ്പ് ആയിട്ട് നിങ്ങൾക്ക് എഴുതി വെക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരു കോൺസെപ്റ്റ് ഗ്യാപ്പ് ഉള്ളത് കൊണ്ടാണോ സംഭവിച്ചത്, കെയർലെസ് ആയിട്ടുള്ള മിസ്റ്റേക്ക് ആണോ, ഓവർ തിങ്കിങ്, ആദ്യം നിങ്ങൾ ആലോചിച്ചത് ശരിയായിരുന്നു, പിന്നെ ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോ NCERT ഒക്കെ പുറമേ പോയി അത്രയും ബുദ്ധി ഉപയോഗിച്ചത് കൊണ്ടാണ് തെറ്റിപ്പോയത് എന്നുണ്ടെങ്കിൽ ഓവർ തിങ്കിങ്. ഈ ടൈം പ്രഷർ കൊണ്ട് നിങ്ങൾക്ക് അതെല്ലാം കൂടെ മാനേജ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്തു പോയത് കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് ലോഗ് ചെയ്യാം. വൺസ് യു സ്റ്റാർട്ട് ലോഗിങ്, നമ്മൾ ലോഗ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നമുക്ക് അതിനുള്ള സൊല്യൂഷൻ മനസ്സിലാവുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് പൈസ സേവ് ചെയ്യണമെന്ന് വിചാരിക്കുക, അതാണ് നമ്മുടെ ആവശ്യം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ചെലവുകൾ എഴുതി വെക്കണം. ഒരു ദിവസം ചായ കുടിക്കാൻ എത്ര രൂപയായി, ഒരു ദിവസം ഫുഡ് കഴിക്കാൻ എത്ര രൂപയായി, വീട്ടിലേക്ക് പച്ചക്കറി വാങ്ങിക്കുന്നതിന് എത്ര രൂപയായി, ഈ രൂപ എഴുതി വെക്കുമ്പോഴാണ് പെട്രോൾ അടിക്കാനുള്ള രൂപ എത്ര, ഇത് എത്രയാണെന്ന് എഴുതി വെക്കുമ്പോഴാണ് എവിടെ കട്ട് ഷോർട്ട് ചെയ്യാന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിനോട് ആരോടെങ്കിലും കഴിഞ്ഞ മാസത്തെ ചെലവ് ചോദിച്ചു നോക്ക്. എഴുതി വെക്കാത്ത ഒരു പാരന്റ്സ് ആണെങ്കിൽ 40,000 ആണോ ചെലവ്, 50,000 ആണോ ചെലവ്, 10,000 ആണോ ചെലവ്, 5,000 ആണോ ചെലവ്, ഒരു ഐഡിയ ഉണ്ടാവില്ല. ശമ്പളം കിട്ടും അല്ലെങ്കിൽ കൂലിയായിട്ട് എന്തെങ്കിലും ഡെയിലി കിട്ടും, അത് തീർന്നു പോകും. പക്ഷെ നമ്മൾ അത് ലോഗ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താൽ നമുക്കൊരു ഇൻസൈറ്റ് കിട്ടും നമ്മളുടെ സ്പെൻഡിങ് ഹാബിറ്റിനെ കുറിച്ച്. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ എറർ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ് ഏതൊരു മത്സര പരീക്ഷയും നിങ്ങളെ ക്രാക്ക് ചെയ്യാൻ സഹായിക്കുന്നത്. ഞങ്ങൾക്ക് നിങ്ങളെ കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് യാതൊരു കാര്യവും നിങ്ങളുടെ ഇംപ്രൂവ്മെന്റിൽ ഉണ്ടാക്കാൻ കഴിയില്ല. ആകെ ആസ് എ മെന്റർ, ആസ് എ ഗൈഡ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് നിങ്ങളെ കുറിച്ചുള്ള ഇൻസൈറ്റ് നിങ്ങളുടെ അകത്ത് ഉണ്ടാക്കി തരാൻ പറ്റും. അത് കൃത്യമായിട്ട് ട്രസ്റ്റ് ചെയ്തോണം, കൃത്യമായിട്ട് അനലൈസ് ചെയ്തോണം, കൃത്യമായിട്ട് വേണ്ട വ്യത്യാസങ്ങൾ വരുത്തി മുന്നോട്ട് പോകണം. യെസ്, സോ ഒരു ഡിഫറെന്റ് ഒരു പുതിയ മിസ്റ്റേക്കുകൾ നിങ്ങൾ കണ്ടുപിടിക്കുന്നതിനനുസരിച്ചാണ് നിങ്ങൾക്ക് പുതിയ സൊല്യൂഷൻസും ഉണ്ടാക്കാൻ പറ്റുക. സോ വൺസ് യു ഐഡന്റിഫൈ യുവർ മിസ്റ്റേക്ക്, കാറ്റഗറൈസ് ദിറ്റ്. അപ്പൊ ഏത് കാറ്റഗറിയിൽ പെട്ട മിസ്റ്റേക്ക് ആണ് റീഒക്കർ ചെയ്യുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ മാത്രമാണ് എന്താണ് നിങ്ങൾക്ക് ലാക്ക് ചെയ്യുന്നത് അത് പിന്നെ നമുക്ക് മെന്റേഴ്സും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക, ആ പ്രശ്നം ഞങ്ങളോട് പറയാ, നമ്മൾ നിങ്ങൾക്ക് വേണ്ടി സോൾവ് ചെയ്തു തരും, ഹെൽപ്പ് ചെയ്തു തരും. ഓക്കെ, ഇനി ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ മോക്ക് ടെസ്റ്റുകളും ഒരുപോലെ ആയിരിക്കില്ല. നമ്മൾ ഇനി മുന്നോട്ട് 13ഓളം റിവിഷൻ ടെസ്റ്റുകളും 20 മോക്ക് ടെസ്റ്റ് സീരീസും ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് മുന്നോട്ട് കൃത്യമായിട്ട് 33 ഐസറിന്റെ അതുപോലത്തെ എക്സാം ചെയ്യാനുണ്ട്. അപ്പം ഒരു ബാഡ് മോക്ക് ടെസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷ നഷ്ടപ്പെടും. അപ്പൊ നമ്മള് മോക്ക് ടെസ്റ്റിന് ശേഷം ഒരു മോശം മോക്ക് ടെസ്റ്റിന് ശേഷം നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഒരു മോശം മോക്ക് ടെസ്റ്റിന് ശേഷം നിങ്ങൾ ഒരിക്കലും പാനിക് ആവേണ്ട കാര്യമില്ല. അതിനെ സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങൾ കാണാം, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കാണാം. എന്തിനാണ് ഈ റിവിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്? നമ്മൾ ആ ഒരു മൊഡ്യൂൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട് എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷയാണ്. എല്ലാവർക്കും എല്ലാ സബ്ജക്റ്റും ഒരുപോലെ വഴങ്ങില്ല എന്നുള്ളത് ഒരു വാസ്തവല്ലേ. ഇപ്പം ട്രിഗ്നോമെട്രി വഴങ്ങുന്ന ഒരാൾക്ക് ചിലപ്പം ബയോടെക്നോളജി വഴങ്ങുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ മാത്സ് തന്നെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇന്റഗ്രേഷൻ വഴങ്ങുന്ന ഒരാൾക്ക് ചിലപ്പോൾ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ വഴങ്ങുന്നുണ്ടാവില്ല. അപ്പൊ നമ്മൾ എല്ലാത്തിലും മാസ്റ്റർ ആവില്ല. അപ്പൊ ചില മൊഡ്യൂളുകൾ ബാഡ് ആയിരിക്കാം നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ നിങ്ങൾ ഒരിക്കലും പാനിക് ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഒരു മോശം മോക്ക് ടെസ്റ്റ് സംഭവിച്ചു, മാർക്ക് കുറഞ്ഞു എന്നുള്ളത് വിചാരിച്ചിട്ട് പാനിക്കായി നമ്മൾ ഉണ്ടാക്കിയ ഷെഡ്യൂൾ എല്ലാം ബ്രേക്ക് ചെയ്ത് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വലിച്ചു വാരിയിട്ട് അങ്ങോട്ട് പഠിക്കരുത്. ടോപ്പിക്കുകളെല്ലാം റാൻഡം ആയിട്ട് അങ്ങോട്ട് പഠിച്ച് കുളമാക്കി കളയരുത്. പ്രോപ്പർ ആയിട്ട് സിസ്റ്റം ഫോളോ ചെയ്യാം. ബാഡ് എക്സാം ഉണ്ടായിരിക്കും, പക്ഷെ സ്റ്റിക്ക് ടു ദ സിസ്റ്റം. അടുത്തത്, നിരന്തരം മാർക്കുകൾ കമ്പയർ ചെയ്യുക. നിങ്ങളുടെ മാർക്കുമായിട്ട് തന്നെ കമ്പയർ ചെയ്യുക. കാരണം വേറെ ആളുകളായിട്ടുള്ള മാർക്കും ഒന്നും എന്താ പറയാ, പൊതുവെ നമ്മൾ ഓൺലൈൻ സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട് വേറൊരാളുടെ മാർക്കുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യാനുള്ള സാധ്യതയില്ല. ഞാൻ ഇവിടെ കമ്പയർ മാർക്ക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ തൊട്ടു മുന്നേ കിട്ടിയ മാർക്കുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇമ്മീഡിയറ്റ് കമ്പാരിസൺ ഇവിടെ വർക്ക് ചെയ്യൂല. കാരണം ഇതൊരു ബാഡ് മൊഡ്യൂൾ ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അത് നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. മനസ്സിലായോ? ആൻഡ് അതും
നിങ്ങളുടെ കഴിഞ്ഞ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഒരു ബെറ്റർ മൊഡ്യൂൾ ആയിരിക്കാം. അപ്പൊ ജസ്റ്റ് എന്താ പറയാ, കഴിഞ്ഞ മൊഡ്യൂൾ നല്ലതായി, ഈ മൊഡ്യൂൾ മോശമായി, അയ്യോ ഞാൻ ഇങ്ങനെ ഭയങ്കര ഡ്രോപ്പിംഗ് ആണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ താഴ്ന്നു വരികയാണ്, അങ്ങനെ വിചാരിക്കേണ്ട. നമ്മൾ ഒറ്റ എക്സാമിന് ഒരിക്കലും ബാഡ് ആവേണ്ട ആവശ്യമില്ല. ഒരു ബാഡ് സ്ട്രീക്ക് നമ്മൾ വെറി ചെയ്യണം. എന്താ സ്ട്രീക്ക് എന്ന് പറഞ്ഞാല്, ഒരു സെറ്റ് ഓഫ് എക്സാം ബാഡ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രോബ്ലമാറ്റിക് ആണ്. ഒരു എക്സാം ബാഡ് ആയി എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമില്ല. രണ്ടാമത്തെ എക്സാം നമ്മൾ ബാഡ് ആക്കൂല. രണ്ടാമത്തേതാവുമ്പോൾ നമ്മൾ തിരിച്ചു പിടിക്കും. ആ ഒരു മൈൻഡിൽ എടുത്താൽ മതി. ഓക്കെ, ഒരു എക്സാം ബാഡ് ഓക്കെയാണ്, രണ്ട് എക്സാം ഒരുമിച്ച് ബാഡ് ആവുന്നത് അത് നമുക്ക് പറ്റൂല. അത് നമ്മൾ അടിപൊളിയായിട്ട് തിരിച്ചു പിടിക്കും. ഓക്കെ, യെസ്. ഇനി എന്താണ് ഒരു ബാഡ് എക്സാമിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം? നിങ്ങൾ എന്തുകൊണ്ട് തെറ്റിച്ചു ആ എറർ ലോഗ് മെയിൻറ്റെയിൻ ചെയ്യുക, അത് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യുക. രണ്ടാമത്തത്, എന്താണ് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനുള്ള സിസ്റ്റം? റിവിഷൻ ആണെങ്കിൽ റിവിഷൻ, കൃത്യമായിട്ട് ആ ഒരു സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യുക, എങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ളത് ചിന്തിക്കുക. ഓക്കെ, ഇനി കണ്ടിന്യൂ എക്സിക്യൂഷൻ. എന്താണോ നമ്മളുടെ സ്ട്രക്ചർ അത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു മോക്ക് ടെസ്റ്റിന്, ഒരു മോശം മോക്ക് ടെസ്റ്റിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു റൂൾ അറിയുന്നുണ്ടാവും, ഒരു 80-20 റൂൾ. 80-20 റൂളിന്റെ വേറൊരു പേരാണ് പരേറ്റോ പ്രിൻസിപ്പിൾ. ഈ പ്രിൻസിപ്പിൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇത് ഒരു ലൈഫിന്റെ ഏതൊരു മേഖലയിലും നിങ്ങൾക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റൂ കേട്ടോ. നമ്മൾക്ക് 80% റിസൾട്ട് തരുന്ന ഒരു സാധനം, നമ്മളൊരു എഫേർട്ട് എടുക്കുകയാണ്, അതിലെ 80% റിസൾട്ടും വരുന്നത് 20% എഫേർട്ടിൽ നിന്നായിരിക്കും. അതൊരു ജനറലൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളൊരു പുസ്തകം വായിക്കുകയാണ്, ഒരു ലൈഫ് ഇംപ്രൂവ്മെന്റ് പുസ്തകം നിങ്ങൾ വായിക്കാന്ന് വിചാരിച്ചോ. ആ ലൈഫ് ഇംപ്രൂവ്മെന്റ് പുസ്തകം വായിച്ചു, അതിലെ ചില സാധനങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്ത് നിങ്ങൾക്ക് വലിയ റിസൾട്ട് കിട്ടിയെന്ന് വിചാരിച്ചോ. നിങ്ങൾക്ക് കിട്ടുന്ന 80% റിസൾട്ടും ആ പുസ്തകത്തിൽ പറയുന്ന 20% കോൺസെപ്റ്റുകൾ മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതിയായിരിക്കും. അല്ലാതെ ആ പുസ്തകം എൻറ്റയർലി പഠിച്ചിട്ട് നിങ്ങൾ ആ പുസ്തകം മൊത്തം പഠിച്ചാല് നിങ്ങൾക്ക് വലിയ റിസൾട്ട് ഒന്നും കിട്ടിക്കൊള്ളണം നിർബന്ധമല്ല. അതായത് ആ പുസ്തകത്തിന്റെ 20% പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് 80% റിസൾട്ട് കിട്ടും. അതിനാണ് 80-20 പ്രിൻസിപ്പിൾ എന്ന് പറയുക. നിങ്ങൾ ഒരിക്കലും, നമുക്കിപ്പോ 107 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. നിങ്ങൾ ഐസറിലേക്ക് എത്തിക്കാൻ പോകുന്ന 80% റിസൾട്ട്, 80% മാർക്കല്ല ഞാൻ പറയുന്നത്, 80% റിസൾട്ട് നിങ്ങൾ ഐസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെ, അല്ലെങ്കിൽ ഐസറിൽ എത്തുക എന്നുള്ള ആ റിസൾട്ടിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ഒരു 107 ചാപ്റ്റേഴ്സിലെ 20% ഭാഗമായിരിക്കും. 20% എഫേർട്സ് ആണ് നിങ്ങളെ 80% റിസൾട്ടിലേക്ക് എത്തിക്കുന്നത് എന്നാണ് ഒരു ജനറലൈസ്ഡ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ റഫ്ലി 80% ഓഫ് റിസൾട്ട്സ് കം ഫ്രം 20% ഓഫ് യുവർ എഫേർട്സ്. അതായത് നിങ്ങൾക്ക് ഈ റിസൾട്ട് കൊണ്ട് ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, 80% മാർക്ക് കിട്ടും എന്നല്ല കേട്ടോ കുട്ടികളെ പറയുന്നത്. അതായത് ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് നിങ്ങൾ സിലബസിന്റെ 20% പഠിച്ചാൽ 80% മാർക്ക് കിട്ടും എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ? എന്താണ് ഇവിടെ ഞാൻ അർത്ഥമാക്കിയത്? നമ്മളൊരു 20%, നമ്മൾ ആ ടോട്ടൽ ടോപ്പിക്കിന്റെ 20% ടോപ്പിക്കിൽ നിന്നുമായിരിക്കും നമുക്ക് 80% റിസൾട്ട് കിട്ടുക. 80% റിസൾട്ട് ഇൻ ദ സെൻസ് നമ്മൾ ഐസറിലേക്ക് എത്താൻ സഹായിക്കുന്ന ഒരു എഡ്ജ് കിട്ടുക. 80% നിങ്ങളെ കോൺഫിഡന്റ് ആക്കുക. മനസ്സിലായോ? സോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് ഇതുപോലത്തെ ഒരു 20% നമ്മൾ കൃത്യമായിട്ട് എഫേർട്ട് എടുക്കേണ്ട ഒരു 20% ഉണ്ടായിരിക്കും. 20% ഓഫ് ദ ഏരിയ ഉണ്ടായിരിക്കും. അത് നമ്മൾ ത്രൂ ഔട്ട് ഈ ഒരു റിവിഷൻ ജേർണി നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. സോ നമ്മളുടെ സ്ട്രെങ്ത്തുകളെ നിങ്ങൾ സ്ട്രെങ്തൻ ചെയ്യുക. ഒരു നിർബന്ധമില്ല, ഫുൾ ചാപ്റ്റർ, ഫുൾ കോൺസെപ്റ്റ് 100% ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് 240 മാർക്കൊന്നും വേണ്ടല്ലോ. നിങ്ങൾക്കൊരു 130 മാർക്ക് പോരെ. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 100% കോൺസെപ്റ്റുകളും പഠിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? സോ നിങ്ങളൊരു 80-20 റൂള് മനസ്സിലാക്കുക. എവിടെ ആയിരിക്കണം ഞാൻ കൊടുക്കുന്ന 80% റിസൾട്ട് കിട്ടാൻ എൻ്റെ 20% എഫേർട്ട് എവിടെ ആയിരിക്കണം? ആ ഏരിയയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക, അതിലേക്ക് വർക്ക് ചെയ്യുക. ബാക്കിയുള്ള ഏരിയനെ വിട്ട് കളയണം എന്നല്ല,
സ്റ്റെബിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് പറ്റുന്നില്ലെങ്കിൽ മാത്രം വിട്ടുകളയുക. നമുക്ക് വേണ്ടത് 130 മാർക്കാണ്. അത് നമ്മൾ എങ്ങനെയെങ്കിലും നേടിയെടുക്കും. അല്ലാതെ എല്ലാതൊന്നും മരിച്ചു കിടന്ന് പഠിച്ചിട്ട് ഇത് കിട്ടുള്ളൂ എന്നൊന്നുമില്ല. ഇനി കുറച്ച് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാനുള്ളത്. പഠിക്കുന്നതിന്റെ അത്ര തന്നെ പഠിത്തത്തിൽ നിങ്ങൾ അല്ലെങ്കിൽ റിവിഷന്റെ സമയത്ത് ഞാൻ ഇപ്പൊ കുറെ ഡിസിപ്ലിനെ കുറിച്ച് സംസാരിച്ചു. അത്ര തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ആണ് സ്ലീപ്പ് ഡിസിപ്ലിൻ. നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര നമ്മൾ ഇരുന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ദിവസം നമ്മൾ 7 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, ഉറക്കം എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾക്കറിയാം 2 ടൈപ്പ് മെമ്മറിയാണുള്ളത്. ഏതാ 2 ടൈപ്പ് മെമ്മറി എന്നുള്ളത് നിങ്ങൾക്ക് അറിയോ? ലോങ് ടേം മെമ്മറി ആൻഡ് ഷോർട്ട് ടേം മെമ്മറി. നമ്മളുടെ ലോങ് ടേം മെമ്മറി ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ബ്രെയിനിന്റെ റീജിയണും ഷോർട്ട് ടേം മെമ്മറി ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഇതാണ് ബ്രെയിൻ കേട്ടോ. ബ്രെയിനിന്റെ കോർട്ടെക്സ് റീജിയണിലാണ് ലോങ് ടേം മെമ്മറി പ്രോസസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ലോങ് ടേം മെമ്മറി നിങ്ങളുടെ ബ്രെയിനിൽ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ബ്രെയിനിന്റെ കോർട്ടെക്സ് റീജിയൻ ആണ്. ഇനി ഇന്നർ ബ്രെയിൻ ആയിട്ടുള്ള അമിഗ്ഡാല അടങ്ങുന്ന സിസ്റ്റമാണ് നിങ്ങളുടെ ഷോർട്ട് ടേം മെമ്മറി ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. ഈ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്നും ലോങ് ടേം മെമ്മറിയിലേക്ക് ഈ ഡാറ്റയെ ട്രാൻസ്ഫർ ചെയ്യണം എങ്കിൽ എന്ത് ഇനെവിറ്റബിൾ ആണ് നിങ്ങൾക്കറിയോ? സ്ലീപ്പ് ഇനെവിറ്റബിൾ ആണ്. സോ നിങ്ങള് ഒരു ഓൾ നൈറ്റ് എടുത്തിട്ട് എക്സാമിന്റെ തലേ ദിവസം ഇരുന്ന് ഇരുന്ന് പഠിച്ചു. അപ്പൊ ആക്ച്വലി യു ആർ ഫീഡിങ് ദിസ് സിസ്റ്റം ഇൻ യുവർ ഇന്നർ ബ്രെയിൻ. ഓക്കെ, ഷോർട്ട് ടേം മെമ്മറിയാണ് നിങ്ങൾ ഫീഡ് ചെയ്യുന്നത്. എടാ, നിങ്ങൾ ഈ ഫീഡ് ചെയ്താൽ നിങ്ങൾ ഈ ഷോർട്ട് ടേം മെമ്മറി ഫീഡ് ചെയ്യുന്നു വിത്തൗട്ട് സ്ലീപ്പ്. നെക്സ്റ്റ് ഡേ നിങ്ങൾ പോയിട്ട് എക്സാം എഴുതുന്നു, നിങ്ങൾക്ക് നല്ല സ്കോർ ഉണ്ടാവുമോ? എടാ, ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് നിങ്ങൾ കുറെ ഫീഡ് ചെയ്തു പരീക്ഷന്റെ തലേന്ന് ഇരുന്നിട്ട്. ഈ ഷോർട്ട് ടേം മെമ്മറിയിൽ ഇപ്പം യാതൊരു പ്രശ്നമില്ല, നിങ്ങൾ കൊടുത്ത ഡാറ്റയൊക്കെ ഇവിടെ ഉണ്ട്. തൊട്ടടുത്ത ദിവസം നിങ്ങൾ പോയിട്ട് എക്സാം എഴുതുകയാണ്, നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടാവും, യാതൊരു പ്രശ്നമില്ല. കോളേജിലൊക്കെ പഠിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം. കാരണം നമ്മൾ തൊട്ട് തലേ ദിവസം രാത്രി ഇരുന്ന് പഠിച്ചിട്ട് അടുത്ത ദിവസം എക്സാം എഴുതാൻ പോകും. പക്ഷെ ദ പ്രോബ്ലം ഈസ് നമ്മള് ഇതുപോലെ തൊട്ട് തലേന്ന് ഇരുന്ന് പരീക്ഷ എഴുതിയാൽ ഈ പറയുന്ന ഒരു സ്ലീപ്പും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പഠിച്ച ഇൻഫർമേഷൻ ഒക്കെ ആ എക്സാമിന് ശേഷം അങ്ങോട്ട് മറക്കും. നിങ്ങളുടെ ലോങ് ടേം മെമ്മറിയിലേക്ക് ഇത് ഒരിക്കലും എത്തൂല. ഓക്കെ, അപ്പൊ നിങ്ങൾ എത്ര രാത്രി കുത്തിയിരുന്ന് പഠിച്ചോ അത് സ്ലീപ്പിന് ഒരു പ്രോപ്പർ സൗണ്ട് ആയിട്ടുള്ള സ്ലീപ്പിന് ശേഷം, സൗണ്ട് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ നല്ല സ്ലീപ്പ്, അല്ലാതെ കൂർക്കം വലിച്ചുകൊണ്ടിരിക്കുകയല്ല, പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പിന് ശേഷം മാത്രമേ അത് ലോങ് ടേം മെമ്മറിയിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? എങ്കിൽ പോലും നിങ്ങളിപ്പം ഇന്ന് പഠിച്ചു, ഷോർട്ട് ടേം മെമ്മറിന്ന് ലോങ് ടേം മെമ്മറിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇന്നൊരു പ്രോപ്പർ സ്ലീപ്പ് കിട്ടി, എങ്കിൽ പോലും കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ആ ലോങ് ടേം മെമ്മറിന്റെ ഒരു 70-80% സാധനങ്ങളെ മനസ്സിലാക്കുള്ളൂ, അല്ലെങ്കിൽ റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് റീകലക്ട് ചെയ്യണമെങ്കിലോ വീണ്ടും ഇയാളെ ഫീഡ് ചെയ്യണം. എങ്ങനെ? റിവൈസ് ചെയ്തുകൊണ്ട്. മനസ്സിലായോ? അപ്പം നിങ്ങൾ ഇനി മൊഡ്യൂൾ എക്സാമുകൾ എഴുതാൻ പോകുന്ന ആളുകളാണ്, റിവിഷൻ ടെസ്റ്റ് എഴുതാൻ പോകുന്ന ആളുകളാണ്. പൊന്നു കുട്ടികളെ, റിവിഷൻ ടെസ്റ്റുകൾ എഴുതാൻ തൊട്ട് തലേന്ന് 7 മണിക്കൂർ ഇരുന്ന് ഉറങ്ങാതെ 7 മണിക്കൂർ ഉറങ്ങാതെ നിങ്ങൾ പഠിച്ചാല് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിവിഷൻ ടെസ്റ്റിന് മാർക്ക് ഉണ്ടാവും. ആ പഠിക്കുന്ന ഒരു കാര്യം പോലും നിങ്ങൾക്ക് റിയൽ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ സമയത്ത് ഓർമ്മ ഉണ്ടാവില്ല. അപ്പം ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ട്, ഇൻസ്റ്റന്റ് മാർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉറങ്ങാതെ ഇരുന്ന് പഠിച്ചോ, അത് ഐസറിലേക്ക് എത്തിക്കാൻ നിങ്ങളെ ഗുണം ചെയ്യൂല. മനസ്സിലായോ? അപ്പം തൊട്ടടുത്ത ഈ ഞായറാഴ്ചത്തെ എക്സാമിനെക്കാട്ടിൽ ഇമ്പോർട്ടന്റ് നമുക്ക് ഏതാ? ഐസറിന്റെ എക്സാം ആണ്. അതിൽ യാതൊരു തർക്കമില്ലല്ലോ. അപ്പം എല്ലാ ദിവസവും നിങ്ങൾ 7 മണിക്കൂർ ഉറങ്ങാം, നോ കോംപ്രമൈസ്. ക്ലിയർ? യെസ്. അപ്പൊ ബ്രെയിനിന്റെ പെർഫോമൻസ് ആണ് നമ്മൾ ഒരു 7 മണിക്കൂറിന്റെ എക്സ്ട്രാ റിവിഷനെയും കാട്ടിലും നമ്മൾക്ക് ലോങ് ടേമിൽ ആവശ്യം. ഇതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. മനസ്സിലായി? നമുക്ക് ബ്രെയിനിന്റെ പെർഫോമൻസ് ആണ് നമ്മൾ ഐസറിലേക്ക് എത്തിക്കുക. അപ്പം താൽക്കാലികമായിട്ട് റിവിഷൻ ടെസ്റ്റിന് 4 മാർക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഉറങ്ങാതെ
ഒറിജിനൽ എക്സാം കൊളാക്കി കളയരുത്. ഐസറിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് കോച്ചിങ് ആണോ നിങ്ങൾ നോക്കുന്നത്? ഐസറിന് വേണ്ടി മാത്രം ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ഐസറിലെ സ്റ്റുഡൻസ് നിങ്ങൾക്ക് തരുന്ന മെന്റർഷിപ്പ്, വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റുകൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐസർ കോച്ചിങ് പ്രോഗ്രാമിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഈ ഫോൺ നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി ജൂൺ 7 വരെയുള്ള 5 നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള കാര്യം, ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. ഒരു വീക്ക്ലി ടെസ്റ്റ് പോലും നമ്മൾ സ്കിപ്പ് ചെയ്യൂല. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇനി വീക്ക്ലി ടെസ്റ്റ് എഴുതാതിരിക്കുക എന്ന് പറയുന്നത് സാധാരണ ഇവിടെ നിങ്ങൾ മിക്കവാറും ആളുകൾ എഴുതാറുണ്ട്. എഴുതാതിരിക്കുന്ന ആളുകളോടാണ് പറയാനുള്ളത്. ഇനി കോൺസിക്വൻസുകൾ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും. നിങ്ങളുടെ പെർഫോമൻസ് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ നമ്മൾ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നിങ്ങളെക്കുറിച്ച് നല്ല ധാരണ ഈ ഒരു സമയം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി റിവിഷന്റെ സമയത്ത് അത് ഇംപ്രൂവ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ നിങ്ങളെക്കുറിച്ച് മനസ്സിലാവണം. ഫുൾ ടെസ്റ്റ് അനാലിസിസ് നിങ്ങൾ നടത്തണം. ഓക്കെ, ടെസ്റ്റ് എഴുതുക, കിടന്നുറങ്ങുക, ആ പരിപാടിയല്ല. ടെസ്റ്റ് എഴുതുക, വീണ്ടും ടെസ്റ്റ് എഴുതി നോക്കുക, എന്തുകൊണ്ട് പറ്റി, എന്തുകൊണ്ട് മിസ്റ്റേക്കുകൾ പറ്റി, എന്തൊക്കെയാണ് ആ മിസ്റ്റേക്ക് കാറ്റഗറൈസ് ചെയ്തിട്ട് എറർ ലോഗ് ആ പുസ്തകത്തിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി ഡെയിലി റീകോൾ അല്ലെ, നമ്മൾ തൊട്ട് തലേ ദിവസം പഠിച്ച കാര്യങ്ങൾ അടുത്ത ദിവസം ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യണം അല്ലെ. ആക്റ്റീവ് റീകോൾ മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നില്ലായിരുന്നോ? യെസ്. ഇനി വീക്കിലി നമുക്ക് ഏതെങ്കിലും ടോപ്പിക്കുകൾ വീക്ക് ആയിട്ടുണ്ട് എങ്കിൽ അത് കൂടുതൽ കറക്റ്റ് ചെയ്യണം. അതിന് വേണമെങ്കിൽ സെലക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്സുകൾ കാണാം. ആൻഡ് സ്ലീപ്പ് ഡിസിപ്ലിനും നമ്മൾ ഫോക്കസ് ചെയ്യണം. സോ ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് ഇന്നെവിറ്റബിൾ ആണ്. ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ഇംപ്രൂവ്മെന്റ്. ഓക്കെ, കോമ്പറ്റീഷൻ കാരണം ഐസർ കിട്ടുമോ ഐസർ കിട്ടില്ലേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. നിങ്ങൾക്ക് ഇപ്പം ഉള്ള ഒരു അവസ്ഥേനെക്കാട്ടിലും ബെറ്റർ അവസ്ഥയിലേക്ക് നാളെ നിങ്ങൾ എത്തിയിരിക്കും. അതാണ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, റിവിഷൻ എത്ര നിങ്ങൾ ചെയ്താലും നിങ്ങൾക്കൊരു കംപ്ലീറ്റ് സദ്യ ഉണ്ട ഫീൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. റിവിഷൻ നിങ്ങൾ എത്ര തവണ ചെയ്താലും നിങ്ങൾക്ക് ഫുള്ളി റിവൈസ്ഡ് ആണ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവാൻ പോകുന്നില്ല. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ കഴിഞ്ഞ വർഷം 1ാം റാങ്ക് വാങ്ങിച്ച ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിലും ആ കുട്ടി സദ്യ ഉണ്ട ഫീലിങ്ങോട് ഹാവു എന്തൊരു സമാധാനം, ഞാൻ എല്ലാം പഠിച്ചു എന്ന് വിചാരിച്ചിട്ട് ആരും പോവാൻ പോകുന്നില്ല. ഓക്കെ, അപ്പം റിവിഷൻ നമ്മൾ ചെയ്യണം. റിവിഷൻ ഫുള്ള് സംതൃപ്തി തരും എന്ന് വിചാരിക്കരുത്. പക്ഷെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളതാണ്. സംതൃപ്തി തരുന്ന റിവിഷൻ കഴിഞ്ഞിട്ടേ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുള്ളൂ. ആ പരിപാടിക്ക് നമ്മൾ നിൽക്കരുത്. റിവിഷന്റെ സമയം, റിവിഷൻ ഒരു സ്ട്രാറ്റജി, റിവിഷന്റെ ആ എക്സിക്യൂഷൻ, അത് കഴിഞ്ഞു അടുത്ത പരിപാടി ക്വസ്റ്റ്യൻ ചെയ്യുക, ക്വസ്റ്റ്യൻ ചെയ്യലിലേക്ക് കടക്കുക. ഓക്കെ, സോ ഫിനിഷിംഗ് സിലബസ് എന്ന് പറയുന്നത് നമ്മൾ ആ സിലബസ് പഠിച്ചു തീർന്നു, ഇതുവരെ നമ്മൾ തിയറികൾ പഠിച്ചു തീർന്നു. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ റെഡിയാണ് എന്നുള്ളതല്ല. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇനി മുന്നോട്ടേക്ക് റിവൈസ് ചെയ്യുമ്പം അധികമൊന്നും വായിക്കാൻ നിൽക്കേണ്ട. ആക്റ്റീവ് റീകോളിങ് ആൻഡ് സെലക്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ്. റിവൈസ് ചെയ്യുന്നത് കോൺസെപ്റ്റുകൾ കൂടുതൽ നമ്മളെ തന്നെ സ്വയം ആക്റ്റീവ് റീലേണിംഗ് വഴി പഠിപ്പിക്കുക അല്ലേ. ആൻഡ് കൂടുതൽ ടെസ്റ്റുകൾ എഴുതുക, കൂടുതൽ ടെസ്റ്റ് അനാലിസിസുകൾ നടത്തുക. ആൻഡ് ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാത്രം മതി. കുറേ കാര്യങ്ങൾ വാരി വലിച്ച് ചെയ്യുക എന്നുള്ളതല്ല. പ്രോപ്പർ ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. ആ ഡിസിപ്ലിനോട് കൂടിയിട്ട് നിങ്ങൾ ആ സിസ്റ്റത്തിൽ സ്റ്റിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത വർഷം ഡെഫിനറ്റ്ലി ഐസറിൽ എത്താൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഒരു റിവിഷന്റെ 3 സ്റ്റേജുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഏതൊരു ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കുമ്പോൾ, ഏതൊരു ടോപ്പിക് നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഏത് ടോപ്പിക്കുകൾ പഠിക്കുമ്പോഴും അതിന് മൂന്ന് സ്റ്റേജസ് ഉണ്ട്. ഓക്കെ, ആദ്യം എന്ന് പറയുന്നത് അതിന്റെ തിയറി നിങ്ങൾ പഠിക്കും. ഏതൊരു ടോപ്പിക്കുകൾ പഠിക്കുമ്പോഴും നമ്മൾ തിയറി ആദ്യം പഠിക്കണം. അത് നമ്മൾ ഇത്രയും കാലമായിട്ട് തിയറിയാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. ഇനി നമ്മൾ ആക്റ്റീവ് റീകോളിംഗ് വഴി നമ്മൾ തിയറി തന്നെയാണ് ആദ്യം ഒന്ന് നോക്കാൻ പോകുന്നത് അല്ലെ. അതിനുശേഷം നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം. അതിനുശേഷം ടെസ്റ്റ് ചെയ്യുന്നു. ആ ടെസ്റ്റ് ചെയ്യുന്ന പോയിന്റിലാണ് നമ്മൾ ആ ലോഗ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം വരുന്നത് അല്ലെ. ടെസ്റ്റിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് റീലേൺ വീക്ക് ഏരിയാസ്. അപ്പം
പഠിക്കുന്നു, മനസ്സിലാവുമോ? നമുക്ക് എത്രത്തോളം മനസ്സിലായി എന്നുള്ളത് നമുക്ക് മനസ്സിലാവുമോ? ഇല്ല. അതിനുവേണ്ടി നമ്മൾ ടെസ്റ്റ് എഴുതുന്നു. ടെസ്റ്റ് എഴുതുമ്പോൾ മനസ്സിലാവുമോ? ഇല്ല. ടെസ്റ്റ് എഴുതിയതിനു ശേഷം എറർ ലോഗ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് വീക്ക് ഏരിയ എന്നുള്ളത്. വീക്ക് ഏരിയ വെച്ചോണ്ടിരിക്കുകയാണോ? അല്ല, വീക്ക് ഏരിയനെ പോളിഷ് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്യാൻ നോക്കുക. ഇനി നിങ്ങൾ ഒന്നാമത്തെ സ്റ്റെപ്പ് മാത്രമാണ് ഇത്രയും കാലം ചെയ്തത്, ലേൺ 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 ലേൺ. ഒന്നും ആവാൻ പോകുന്നില്ല. നിങ്ങൾ ലേൺ ചെയ്യുന്നു, മറക്കുന്നു, ലേൺ ചെയ്യുന്നു, മറക്കുന്നു. ശരിയല്ലേ? അപ്പൊ ലേൺ ചെയ്യുന്നു, എക്സാം എഴുതുന്നു, പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു, വീക്ക് ഏരിയ പഠിക്കുന്നു, ഇംപ്രൂവ് ചെയ്യുന്നു. അങ്ങനെ ഇംപ്രൂവ് ചെയ്ത് പോകുമ്പോഴാണ് നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തുക, ഐസറിലേക്ക് എത്തുക. ശരിയല്ലേ? ഒന്നാമത്തെ സ്റ്റെപ്പ് മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച 60-70% ടോപ്പിക്കുകളും നിങ്ങൾ മൈൻഡിൽ ഇപ്പൊ ഉണ്ടാവില്ല. ഇനി നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട ചില മിസ്റ്റേക്കുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഓരോരോ സ്ട്രാറ്റജി ഇങ്ങനെ ഓരോ ആഴ്ചയും പരീക്ഷിച്ചു നോക്കുക. ആ പരിപാടി നിങ്ങൾ ചെയ്യരുത്. ഒരാഴ്ച എന്നല്ല, നമ്മൾ കംപ്ലീറ്റ് റിവിഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരൊറ്റ സ്ട്രാറ്റജിയിലേക്ക് എക്സിക്യൂട്ട് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് അതിൽ ഡിസിപ്ലിൻഡ് ആയിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മളിങ്ങനെ ഓരോരോ സ്ട്രാറ്റജി കാണും, 60-day സ്ട്രാറ്റജി, 90-day സ്ട്രാറ്റജി. അതിലൊന്നും നിങ്ങൾ ഇങ്ങനെ ഒരു മൾട്ടിപ്പിൾ റിസോഴ്സ് ഉപയോഗിച്ചിട്ട് അതൊന്നും നിങ്ങൾ കേട്ടോണ്ടിരിക്കാതെ കൃത്യമായിട്ട് നമ്മളുടെ ഉദ്ദേശം എന്താണോ, നമ്മൾക്ക് എന്താണോ ടൈം ടേബിൾ പ്രകാരം ചെയ്യാനുള്ളത് അത് മാത്രം ചെയ്യുക. അത് അടിപൊളിയായിട്ട് ചെയ്യുക. ഓക്കെ. പിന്നെ കമ്പയറിങ് മാർക്സ് ഡെയിലി നിങ്ങൾ അല്ലെങ്കിൽ റെഗുലർലി നിങ്ങൾ എല്ലാ റെഗുലർ ആയിട്ടുള്ള ഈ മോക്ക് ടെസ്റ്റിലും തൊട്ട് മുന്നേ ഉള്ള മോക്ക് ടെസ്റ്റുമായിട്ടുള്ള കമ്പാരിസൺ ചെയ്യാതിരിക്കാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. ചില ഏരിയ നമ്മൾ വീക്ക് ആയിരിക്കും, ചില ഏരിയ നമ്മൾ സ്ട്രോങ് ആയിരിക്കും. അക്സെപ്റ്റ് ദാറ്റ് ഫാക്ട്. അത് അങ്ങനെയാണ്. ഓക്കെ. ഇനി പുതിയ റിസോഴ്സുകൾ തപ്പി ഇറങ്ങാം. ദയവ് ചെയ്ത് ഇനി പുതിയ റിസോഴ്സുകളും പുതിയ കാര്യങ്ങളും ഒന്നും പഠിക്കരുത്. നിങ്ങൾക്ക് എന്താണോ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് പഠിക്കാൻ വേണ്ടത് അതെല്ലാം ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് 60 ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ലെവലുള്ള ചോദ്യങ്ങൾ എല്ലാ ചാപ്റ്ററിലും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽ അഡീഷണൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക. വേണമെങ്കിൽ ഇഫ് ടൈം പെർമിറ്റ്സ് നിങ്ങൾ ചെയ്തു നോക്കാം. അല്ലെങ്കിൽ അതും വേണ്ട ആവശ്യമില്ല. 60 ക്വസ്റ്റ്യൻസ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് ചോദിച്ചതുപോലെയുള്ള 60 ക്വസ്റ്റ്യൻസ് ആർ ഇനഫ് അല്ലേ? ഇനി ഒറ്റ ദിവസം നിങ്ങൾ അങ്ങോട്ട് 14 മണിക്കൂറോ 16 മണിക്കൂറോ അങ്ങോട്ട് ഒരു ഗിയർ മാറ്റുന്നത് പോലെ പഠിക്കാനിരിക്കുക. ഇതൊന്നും നിങ്ങൾ ചെയ്യരുത്. പഠിക്കാൻ നിങ്ങൾ കൂടുതൽ റിവിഷന്റെ സമയത്ത് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. 12 മുതൽ 16 മണിക്കൂർ വരെ ഒരു ദിവസം നമ്മൾ 12 to 16 മണിക്കൂർ വരെ പഠിക്കും. ഓക്കെ, ഡെഫിനറ്റ്ലി പഠിക്കും. പഠിക്കുക എന്ന് പറയുന്നത് നാളെ തന്നെ ഇതുവരെ മര്യാദക്ക് റിവിഷന്റെ സമയത്ത് 8 മണിക്കൂർ അല്ല, സാധാരണ തിയറി ക്ലാസ്സിന്റെ സമയത്ത് ഒരു 5-6 മണിക്കൂർ മാത്രം പഠിക്കുന്ന ഒരാള് നേരെ നാളെ ചാടി കയറിയിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് 16 മണിക്കൂർ പഠിക്കുക എന്ന് വിചാരിക്കരുത്. ഇറ്റ് ഈസ് എ മിസ്റ്റേക്ക്. ഗ്രാജുവൽ ആയിട്ട് മാത്രമേ കൂട്ടാവൂ. 8 മണിക്കൂർ പഠിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ പതുക്കെ 10 മണിക്കൂറാക്കുക, പതുക്കെ 12 മണിക്കൂറാക്കുക, പതുക്കെ 14 മണിക്കൂറാക്കുക, പതുക്കെ 16 മണിക്കൂറാക്കുക. ഇനി നിങ്ങൾ മടി വിചാരിക്കരുത്. ഇതുവരെ തിയറി നിങ്ങൾ എത്ര ഉഴപ്പിയോ അതൊന്നും മാറ്റർ ചെയ്യാൻ പോകുന്നില്ല. റിവിഷൻ നിങ്ങൾ കട്ടയ്ക്ക് പിടിച്ചാൽ നിങ്ങൾ ഐസറിലെത്തും. ഇനി നിങ്ങൾ ഇതുവരെ സൂപ്പർ ആയിട്ട് പഠിച്ചു എന്ന് വിചാരിക്കുക, റിവിഷൻ നിങ്ങളൊന്ന് കോളാക്കി നോക്ക്. ഐസർ കിട്ടാതിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ റിവിഷൻ ആണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫേസ് ഇൻ യുവർ പ്രിപ്പറേഷൻ. ഓക്കെ, ആൻഡ് ഇഗ്നോറിങ് ദ സ്ലീപ്പ്. അപ്പം സ്റ്റെബിലിറ്റി, ഈ ഒരു കാര്യം സ്റ്റേബിൾ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക, അതാണ് നമ്മളെ റാങ്കിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ മോക്ക് ടെസ്റ്റിന്റെ ഒരു ഗ്രാഫ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മോക്ക് ടെസ്റ്റിന്റെ ഒരു എക്സാമിനേഷന്റെ ഒരു ഗ്രാഫ് ഇവിടെ ഈ ഒരു ആക്സിസിൽ ഞാൻ നിങ്ങളുടെ മാർക്ക് പ്ലോട്ട് ചെയ്യാണ്. ഇവിടെ മോക്ക് ടെസ്റ്റ് 1, 2, 3, 4 ഇങ്ങനെ പ്ലോട്ട് ചെയ്യാണ്. ഓക്കെ, ഇങ്ങനെ ഇനി മുന്നോട്ടേക്ക് പ്ലോട്ട് ചെയ്യാൻ നമുക്ക് 33 എക്സാംസ് ഉണ്ട്. ഈ 33 എക്സാംസിന്റെയും ഒരു ഗ്രാഫ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡോണ്ട് എക്സ്പെക്ട് ലൈക്ക്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാൻ പറ്റും, ഇത്രയും മോക്ക് ടെസ്റ്റ് നിങ്ങൾ എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഗ്രാഫ് അല്ല നമ്മൾ എക്സ്പെക്ട് ചെയ്യുക.
ശരിയല്ലേ? ഇതൊരു ലീനിയർ ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ല ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. ചില പരീക്ഷകളിൽ വീഴും, ചില പരീക്ഷകളിൽ പൊന്തും, ചില പരീക്ഷകൾ സൂപ്പർ ആയിരിക്കും, ശരിയല്ലേ? പക്ഷേ എടാ, നമ്മളുടെ ഗ്രാഫ് എന്ന് പറയുന്നത് അപ് ട്രെൻഡിങ് ഗ്രാഫ് ആയിരിക്കണം. മനസ്സിലായോ? ഒരു മൈന്യൂട്ട് ലെവലിൽ നമ്മൾ വീണിട്ടുണ്ടായിരിക്കും, ശരിയല്ലേ? ഒരു മൈന്യൂട്ട് ലെവലിൽ ഒരു എക്സാമിൽ നിന്നും മറ്റൊരു എക്സാമിലേക്ക് നമ്മൾ വീണിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു എക്സാമിൽ നിന്നും ഒരു എക്സാമിലേക്ക് വലിയ ഫോൾ ഉണ്ടായിരിക്കും. ഈ ഫോൾസ് ഒന്നും നിങ്ങൾ മൈൻഡ് ആക്കണ്ട. നിങ്ങൾ മൈൻഡ് ആക്കേണ്ടത് എന്താന്ന് ചോദിച്ചാല്, ലോങ് ടേമിൽ ഞാൻ അപ് ട്രെൻഡിങ് ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. മുന്നിലോട്ട്, അതായത് വലിയ ടൈം സ്കെയിലില് ഞാൻ ഇംപ്രൂവ് ചെയ്ത ഒരാളാണ്. മനസ്സിലായോ? അതായത് നിങ്ങളുടെ ഗ്രാഫ് ഒരിക്കലും ഇങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക. ഇതൊരു ഡൗൺ ട്രെൻഡിങ് ഗ്രാഫാണ്. നിങ്ങളുടെ ഗ്രാഫ് മസ്റ്റ് ബി അപ് ട്രെൻഡിങ് ഗ്രാഫ് ആയിരിക്കണം. പക്ഷേ മൈന്യൂട്ട് ലെവലില് ഒരു മോക്ക് ടെസ്റ്റും മറ്റൊരു മോക്ക് ടെസ്റ്റും കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ചിലപ്പം നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങളൊരു ഡൗൺഫോളിലായിരിക്കും. പക്ഷെ പ്രശ്നമില്ലടാ, നിങ്ങളുടെ ടോട്ടൽ ഒരു വൈഡർ ഗ്രാഫ് അല്ലെങ്കിൽ വലിയ ഒരു സ്കെയിലുള്ള ഗ്രാഫ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ സേഫ് ആണ്, അപ് ട്രെൻഡിങ് ഗ്രാഫാണ്. അപ്പം ഇതുപോലത്തെ ഒരു ഗ്രാഫാണ് നിങ്ങൾക്ക് വേണ്ടത്. സോ ടെമ്പററി ഡ്രോപ്സ് എന്ന് പറയുന്നത്, ഇതുപോലുള്ള ടെമ്പററി ഡ്രോപ്സ് എന്ന് പറയുന്നത് ഫെയിലിയർ അല്ല. എന്താണ്? ട്രെൻഡ് ആണ് നമ്മൾ നോക്കേണ്ടത്. അപ് ട്രെൻഡിങ് ആണോ ഡൗൺ ട്രെൻഡിങ് ആണോ? അപ് ട്രെൻഡിങ് ആണ് എങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി ക്രാക്ക് ദ എക്സാം. ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാം. സോ ഒരു ടെസ്റ്റ് നിങ്ങളെ അധികം മാറ്റർ ചെയ്യുന്നില്ല. ഐസറിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് കോച്ചിങ് ആണോ നിങ്ങൾ നോക്കുന്നത്? ഐസറിന് വേണ്ടി മാത്രം ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ഐസറിലെ സ്റ്റുഡൻസ് നിങ്ങൾക്ക് തരുന്ന മെന്റർഷിപ്പ്, വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റുകൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐസർ കോച്ചിങ് പ്രോഗ്രാമിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഈ ഫോൺ നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി അവസാനത്തെ ഒരു കാര്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് ഒരു കാമായിട്ട് നമ്മൾ എക്സാമിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഒരു കാം കോൺഫിഡൻസ് എന്നൊക്കെ പറയില്ലേ, അതായത് എന്താ പറയാ, നമ്മളൊരു സിസ്റ്റത്തിൽ പ്രോപ്പറായിട്ട് ട്രസ്റ്റ് ചെയ്ത് നമ്മൾ അങ്ങനെ ട്രസ്റ്റ് ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പിന്നെ ഭയങ്കരമായിട്ട് വൾണറബിൾ ആവില്ല, നമ്മൾ അത്രയധികം പാനിക് ആവില്ല. നമ്മളൊരു സിസ്റ്റത്തിലാണ്, അതായത് ഒരു ഗ്രാഫിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കിയാൽ പോലും ഈ ഡൗൺഫോൾ പിന്നെ നമ്മൾ പേടിക്കൂല. അപ്പൊ നമുക്കറിയാം ആ ഡൗൺഫോൾ നമുക്ക് സൂം ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അതായത് ഒരു എക്സാം ടു മറ്റേ എക്സാം സൂം ചെയ്യുമ്പോഴേ ഈ ഡൗൺഫോൾ ഉള്ളൂ എന്നുള്ളത് നമുക്കറിയേ. നമ്മൾ നോക്കേണ്ടത് 33 എക്സാമിന്റെ ഓവറോൾ സാധനത്തിൽ നമ്മൾ അപ് ട്രെൻഡിങ് ആണ് എന്നുള്ളത് അതൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു തോട്ടാണ്. അതിന്റെ പവർ നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങൾക്കൊരു കാം കോൺഫിഡൻസ് ഉണ്ട്. അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യം, 100% ആയിട്ടുള്ള സിലബസ് മാസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് നല്ലൊരു സ്കോർ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന ഒരു സാധനം ചിന്തിക്കാതിരിക്കുക. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കരുത്. നമുക്ക് 107 ചാപ്റ്റർ ഒരേപോലെ മാസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി 16 മണിക്കൂർ പഠിക്കാത്ത ഒരാൾ ഒരിക്കലും ഐസറിൽ എത്തൂല എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കരുത്. അതുകൊണ്ടാണ് 12 to 16 എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, പല ആളുകളും ഹാർഡ് വർക്കിലൂടെ മാത്രം എത്തുന്ന ആളുകളാണ്. അപ്പം ഈ 6 മണിക്കൂർ പഠിക്കുന്ന ഒരാള് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ എത്തൂല എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി എത്തും. അയാൾക്ക് അത്രയും നല്ല കപ്പാസിറ്റി ഉള്ള ആളാണെങ്കിൽ എത്തും. ഞാൻ എപ്പോഴും ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ നമ്മൾ ഒരു ആവറേജ് സ്റ്റുഡന്റിനെ ഫോക്കസ് ചെയ്യണല്ലോ. ഇനി പെർഫെക്റ്റ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ഇങ്ങനെ ഞാൻ എഴുതും എന്ന് വിചാരിക്കരുത്. പല മോക്ക് ടെസ്റ്റുകളും പാളിപ്പോവും. അത് പ്രശ്നമുള്ള കാര്യമല്ല, അല്ലേ? ഇനി എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണം എന്ന് ചോദിച്ചാൽ, കോൺസെപ്ഷ്വൽ ക്ലാരിറ്റി ഇന്നെവിറ്റബിൾ ആണ്. കോൺസെപ്ഷ്വൽ ക്ലാരിറ്റി ഇല്ലാതെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇല്ല. പഠിക്കുന്ന കോൺസെപ്റ്റ് പക്കയായിരിക്കണം. എല്ലാ കോൺസെപ്റ്റും പക്കയായിരിക്കണോ? എല്ലാ കോൺസെപ്റ്റും പക്കയായിരിക്കണ്ട. പക്ഷെ നമ്മളുടെ കയ്യിലുള്ള കോൺസെപ്റ്റുകൾ 100% ക്ലിയർ ആയിരിക്കും. ഇനി നിങ്ങൾ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള റിവിഷൻ വേണം. നമ്മളുടെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നിങ്ങൾ കട്ടയ്ക്ക് കൂടെ നിൽക്കണം. നിങ്ങളായിട്ട് യാതൊരു അഡ്ജസ്റ്റ്മെന്റ് ഇതിൽ ചെയ്യരുത്. ഇതിൽ നിങ്ങൾ വെള്ളം കലർത്തരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു പെയിനിലൂടെ കടന്നു പോയേ പറ്റുള്ളൂ. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് സോഫയിൽ ഇരിക്കരുത്. ഇനി
ഇങ്ങനെ ഒരു പ്രോപ്പർ സിസ്റ്റത്തിൽ നിങ്ങൾ വിശ്വസിക്കുകയാണ്, നിങ്ങളുടെ സ്വയം അതുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും അല്ലെ. ഞാൻ പറഞ്ഞ ഒരു കാം കോൺഫിഡൻസ് നിങ്ങൾക്ക് വരും, അതും അത്യാവശ്യമാണ്. ആ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ത്രൂ ഔട്ട് ദ ജേർണി ജൂൺ 7 വരെ നിങ്ങൾ കൊണ്ടുപോകണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇപ്പൊ ഒരു ബോക്സിംഗ് കോമ്പറ്റീഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ഫിസിക്കൽ ആണല്ലോ, ഒരാള് ഇങ്ങനെ ഇടിച്ച് തോൽപ്പിക്കുക ചെയ്യുന്നത്. ആ ഇടിച്ചു തോൽപ്പിക്കുന്ന ഗെയിമിൽ, ബോക്സിംഗ് വരെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഗെയിമാണല്ലോ, ആ ഗെയിമിൽ വരെ വേൾഡ് ചാമ്പ്യൻസ് പറയുന്നത്, മുഹമ്മദ് അലി അതുപോലെ മൈക്ക് ടൈസന്റെ പോലെയുള്ള ആളുകൾ പറയുന്നത്, അവര് ഒരു മത്സരം ജയിക്കാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം അവരുടെ മൈൻഡ് സെറ്റ് ആണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു എന്താ പറയാ, ബോക്സിംഗ് എന്ന് പറഞ്ഞ ഫിസിക്കൽ ഗെയിമിൽ വരെ മൈൻഡാണ് ഭയങ്കര പവർഫുൾ എന്നാണ് ആളുകൾ പറയുന്നത്. അപ്പൊ എക്സാം എന്ന് പറയുന്നത് എന്താണ്? എക്സാം എന്ന് പറയുന്നത് ഫിസിക്കൽ ആയിട്ടുള്ള സാധനമല്ല, പ്യുവർലി മൈൻഡാണ്. അപ്പം ചെസ് കളിയിലൊക്കെ പ്യുവർലി മൈൻഡാണ് അല്ലെ. അപ്പൊ അതുപോലത്തെ ഒരു ഗെയിമാണ് എക്സാം ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ ആ ഗെയിമിൽ എത്രയധികം ബ്രെയിന്, നമ്മുടെ മൈൻഡ് സെറ്റ് ഇൻവോൾവ് ആണെന്ന് ആലോചിച്ച് നോക്ക്. ഒരാളുടെ ബോക്സിങ് ജയിക്കാൻ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഗെയിമിൽ പോലും മൈൻഡാണ് സ്വാധീനിക്കുന്നത് എങ്കിൽ, മൈൻഡ് മാത്രം ഇൻവോൾവ് ആയിട്ടുള്ള ഈ ഗെയിമിനോ നമ്മളെ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള കാം ആയിട്ടുള്ള മൈൻഡ് വേണ്ടേ? അതിന് വേണ്ട എല്ലാ സഹായങ്ങളും നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഇനി നമ്മൾ വീക്ക്ലി ആയിട്ടും ബൈ വീക്ക്ലി ആയിട്ടും ഞാൻ നിങ്ങളെ കൂടെ ഫോളോ അപ്പിന് ഉണ്ടായിരിക്കും, മെന്റേഴ്സ് നിങ്ങളുടെ കൂടെ ഫോളോ അപ്പിന് ഉണ്ടായിരിക്കും എല്ലാ എക്സാമിനും ശേഷം. സോ ഈ ഒരു കാം കോൺഫിഡൻസിലേക്ക് നിങ്ങൾ എത്തുക. IIT ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് റിവാർഡ്സ് ബാലൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള തിങ്കേഴ്സിനാണ്. ഒന്നിൽ എക്സ്ട്രീംലി പവർഫുൾ ആണ്, ഒന്നിൽ എക്സ്ട്രീംലി വീക്ക് ആണ്, ഞാൻ ഇമോഷണലി ഭയങ്കര വൾണറബിൾ ആണ്, പക്ഷെ ഞാൻ അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യും, അതല്ല. നമുക്കൊരു ബാലൻസ് വേണം. ബാലൻസ് ആണ് പല കോമ്പറ്റേറ്റീവ് എക്സാമിനും നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സോ അതോട് കൂടിയിട്ട് നമുക്ക് കാര്യങ്ങൾ വൈൻഡപ്പ് ചെയ്യാം. ബി സ്റ്റേബിൾ, ബി ഡിസിപ്ലിൻ ആൻഡ് ബി റെഡി.